നോട്ട് നിയന്ത്രണത്തിന് പിന്നിൽ നരേന്ദ്രമോദി സർക്കാർ അവകാശപ്പെടുന്നത് പോലെ കള്ളപ്പണത്തെ ചെറുക്കാനുള്ള മിന്നലാക്രമണമാണോ നടന്നത്? അതോ പ്രതിപക്ഷ നേതാക്കളും പാർട്ടികളും ആരോപിക്കുന്നത് പോലെ വേണ്ടപ്പെട്ടവരെയെല്ലാം മുൻകൂട്ടി കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നു? അഴിമതിയുണ്ടോ ഈ നോട്ട് നിയന്ത്രണത്തിന് പിന്നിൽ? ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, BJP നേതാവ് ശ്രീ ഗോപാലകൃഷ്ണൻ, ഒപ്പം SBTയുടെ ജനറൽ മാനേജർ ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ശ്രീ സാംകുട്ടി മാത്യൂസ് എന്നിവർ. ഒപ്പം ടെലിഫോൺ ലൈനിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവ് ശ്രീ T നസറുദ്ദീനെയും പ്രതീക്ഷിക്കുന്നു. ശ്രീ സാംകുട്ടി മാത്യൂസ്, ഈ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ കള്ളപ്പണത്തെ ചെറുക്കാനുള്ളതാണ് ഈ നടപടിയെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും അതിനെ പിന്തുണച്ച് പറഞ്ഞതാണ്. എന്നാൽ പലരും അപ്പോൾ തന്നെ നിരീക്ഷിച്ചത് വേണ്ട തയ്യാറെടുപ്പുകളോടുകൂടിയാണ് ഇത് നടത്തുന്നതെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ രീതിയിൽ ഇത് വിജയിക്കുക എന്നും കഴിഞ്ഞ ചർച്ചകൾ ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടതും എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ട്, അത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങൾ ഒരു ദിവസം കൂടി നീളും, അതും ഇന്നലത്തോടു കൂടിയൊക്കെ തീരും എന്നാണ്. ഇന്നത്തെ വാർത്തകൾ കൂടി കാണുമ്പോൾ എന്താണ് താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പറയാൻ തോന്നുന്നത്? മന്ത്രി പോലും ഇപ്പോൾ 3 ആഴ്ചത്തെ സമയം ചോദിച്ചിരിക്കുമ്പോൾ. ഡോക്ടർ ലാൽ, പ്രധാനമന്ത്രി ഈ പ്രോഗ്രാം നവംബർ 8-ാം തീയതി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം അദ്ദേഹത്തിൻ്റെ ഈ സ്കീമിൻ്റെ പിന്നിലുള്ള ലക്ഷ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് താങ്കൾ ഇപ്പോൾ പറഞ്ഞുവല്ലോ. ആ രാഷ്ട്രീയ നേതൃത്വം ഒരു കാരണവശാലും പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഇത് ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ ഏറ്റവും വലിയ ചലഞ്ചുള്ള ഒരു വലിയൊരു വൻപിച്ച സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ പല സമയത്തും പീരിയോഡിക്കലായിട്ട് ഇതുപോലെ നോട്ടുകൾ, പ്രത്യേകിച്ച് ഹൈ ഡിനോമിനേഷനുള്ള നോട്ടുകൾ നമ്മൾ പിൻവലിച്ചിരുന്നു. അപ്പോഴൊക്കെയും തന്നെ നമ്മൾ അതിന് സമയം കൊടുത്തുകൊണ്ട് പുതിയ നോട്ട് രംഗത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ്, സർക്കുലേഷന് കൊണ്ടുവന്നതിന് ശേഷമാണ് പഴയ നോട്ടുകൾ പിൻവലിച്ചത്. ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിനകത്ത് ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉദ്ദേശത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ അധികാരികൾ ഇത് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ വേണമെങ്കിൽ ഈ പുതിയ 2000-ൻ്റെ നോട്ടും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടും ഒക്കെ സർക്കുലേഷനിൽ വരുത്തിയിട്ട് വേണമെങ്കിൽ ഇത് പിൻവലിക്കാമായിരുന്നു. പക്ഷെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് വളരെ വിലയേറിയ ഒരു കാര്യമാണ്. ശ്രീ സാംകുട്ടി മാത്യൂസ്, അത് നടപ്പിലാക്കിയ സർക്കാരും അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ആ രീതിയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അത് അവർ പറയട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം, ഒരു ബാങ്കിൻ്റെ പരമോന്നത പദവിയിലിരിക്കുന്ന ഒരു ആൾ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഈ കാര്യങ്ങളെല്ലാം സർക്കാർ പറയുന്നത് നിർവഹിക്കുന്ന മേഖലയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ആ രീതിയിൽ എല്ലാ സംതൃപ്തിയോടും കൂടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധിക്കാത്ത വണ്ണം കൃത്യമായി ചെയ്തെടുക്കാൻ അങ്ങേക്ക് സാധിക്കുന്നുണ്ടോ? അത് ഇന്നത്തേതുപോലെ തന്നെ ഈ പറയുന്ന കാലയളവിൽ ഒക്കെ ഇത് പൂർത്തിയാക്കുന്നത് വരെയും എല്ലാ ഉദ്യോഗസ്ഥർക്കും മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കണം, നോട്ടുകൾ കൃത്യമായി ഉണ്ടാകണം, ഇന്നുണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത്, നോട്ടുകൾ തീരാൻ ATMകൾ കൃത്യമായി പ്രവർത്തിക്കണം, ഇന്ന് വരാത്ത ആളുകൾ ഇനി വരാൻ നിൽക്കുന്നവരുണ്ട് ഈ ബാങ്കുകളിലേക്ക്, അവർക്ക് കൃത്യമായ സേവനം ലഭ്യമാക്കണം. ഇന്ന് അങ്ങ് അവകാശപ്പെട്ടതനുസരിച്ചാണെങ്കിൽ ഇന്നത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഇന്ന് പോലും സംഭവിച്ചത് ഇനി നാളെ മുതൽ സംഭവിക്കില്ല എന്ന് അങ്ങേക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? ലാൽ, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഞാൻ പിന്നെ ലാലിൻ്റെ 2-ാമത്തെ 3-ാമത്തെ ഒബ്സർവേഷൻ മുമ്പായിട്ട് ഞാൻ പറയട്ടെ. ഒരു എണ്ണയിട്ട് ഒരുക്കിയ ഒരു യന്ത്രം പോലെയാണ് ഞങ്ങളുടെ ബാങ്ക് ഈ ഉദ്യമത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെ ഹെഡ് ഓഫീസിലുള്ള എക്സിക്യൂട്ടീവ്സ് എല്ലാം ഇന്ന് ഈ തിരുവനന്തപുരം പട്ടണത്തിലും പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ബ്രാഞ്ചുകളിൽ നേരിട്ട് പോയി ഇതിനെ എടുത്തിരിക്കുന്ന ഒരുക്കങ്ങളും അവിടെ ഞങ്ങളുടെ ജീവനക്കാരെ പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നെ അതിൻ്റെ എഫിഷ്യൻസി ലെവലും കൃത്യമായി വിലയിരുത്തുകയും
അദ്ദേഹം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറിന് ഏതാണ്ട് 10ഓളം ബ്രാഞ്ചുകൾ 10-12 ബ്രാഞ്ചുകൾ വിസിറ്റ് ചെയ്തു. ഞാൻ ഏതാണ്ട് 6-7 ബ്രാഞ്ചുകൾ വിസിറ്റ് ചെയ്തു. ഞങ്ങളുടെ എല്ലാ എക്സിക്യൂട്ടീവ്സും ഓരോ ബ്രാഞ്ചിൽ നേരിട്ട് പോയി കസ്റ്റമറുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, വളരെ ശ്രദ്ധയോടുകൂടി വളരെ വളരെ ചിട്ടയോടുകൂടിയ ഒരു യന്ത്രം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ളവർ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെയും അതിന്റെ അനുബന്ധ ബാങ്കുകളെ SBT ഉൾപ്പെടെയുള്ള ബാങ്കുകളെ ഒക്കെ അതിന് അനുമോദിക്കുകയും ചെയ്തു. 10-30% അകത്തുള്ള ഇന്ത്യയിലെ ബാങ്കുകൾ ഈ പറയുന്ന ശൃംഖലയ്ക്കകത്ത് വരുന്നതാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ മുഖ്യമായി എടുത്ത് പറയേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്തു. എൻ്റെ ചോദ്യം അത് മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങളുടെ ഇടയിലേക്ക് മറ്റ് ബാങ്കുകളുടെ സേവനങ്ങൾ എടുക്കുന്ന ആളുകളും വരുന്നുണ്ട്, നിങ്ങളുടെ ATMകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് ജനങ്ങളുടെ കാര്യമാണ്, സർക്കാർ അത് മുൻകൂട്ടി കാണേണ്ടതാണ്. ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞതാണ്. 100 രൂപയുടെ പ്രശ്നമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ പണം പെട്ടെന്ന് തീർന്നു പോകുന്നു, ആളുകൾ ക്യൂവിൽ നിന്ന് തളർന്നു വീഴുന്നു, ഇതൊന്നും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ ഇത് ഒരു ദിവസത്തേക്ക് കൂടിയാണ് എന്ന് പറഞ്ഞതൊക്കെ നാളെ പുതുതായി തളർന്നു വീഴാനുള്ള ആളുകൾ വരാനുണ്ട്. ഇന്നലെ തളർന്നു വീണവർക്ക് വീണ്ടും ഇവിടെ എത്തേണ്ട സാഹചര്യമുണ്ട്. കാരണം പണം കുറച്ചേ കിട്ടുന്നുള്ളൂ ഓരോ ദിവസവും. ഇതൊക്കെ ഇപ്പോഴും എല്ലാം നിയന്ത്രണ വിധേയമാണ്. നിങ്ങൾക്ക് ഇനി ഒരു സൗകര്യവും കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതലായി കിട്ടാനില്ല, നിങ്ങൾ ഇനി അത് അടുക്കും ചിട്ടയോടും കൂടി ചെയ്താൽ മതി എന്ന് തന്നെയാണോ പറയുന്നത്? ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. ലാൽ നേരത്തെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച പോലെ എന്തോ ഒരു വലിയ പ്രയാസം ഇവിടെ നേരിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. ഞാനും ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൽ ഉള്ള ബാങ്കുകളിൽ നിന്ന് ക്യൂവിൽ നിന്നിട്ടുള്ള ആർക്കെങ്കിലും പണം കിട്ടാതെ പോയിട്ടുണ്ടോ? മേ ബി ചിലപ്പോൾ ഏതെങ്കിലും ATM പ്രവർത്തിക്കാൻ വന്ന് കാണും. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, ഞങ്ങളുടെ ATMലെ ടെക്നിക്കാലിറ്റി അനുസരിച്ച് 45-50 ലക്ഷം രൂപ ലോഡ് ചെയ്യാവുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന 5 ലക്ഷമാണ്. 5 ലക്ഷം രൂപ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് ആ ക്യാഷ് തീരുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളിലൊക്കെ ഓരോ ATMലും 6 തവണ ക്യാഷ് ലോഡ് ചെയ്തു. ഒരു ബ്രാഞ്ചിൽ ശരാശരി 700-800 ഞാൻ ചോദിച്ച കാര്യം ഇതാണ്. അതായത് ഈ ATM എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അതിനൊരു ഫുൾ ഫോം കൊടുക്കുകയാണെങ്കിൽ എനി ടൈം മണി എന്നും പറയാറുണ്ടല്ലോ. 24 മണിക്കൂറാണല്ലോ അതിന്റെ സേവന കാല എന്ന് പറയുന്നത്. അത് ബാങ്കുകളിലുള്ള സമയം, ബാങ്ക് പ്രവർത്തിക്കുന്ന സമയത്ത് പോലും അത് പ്രവർത്തിക്കുന്നില്ല എന്നത് ഒരു കാര്യം. മണിക്കൂറുകളോളം കിലോമീറ്ററുകളോളം നടന്ന് പല ATMകൾ പരിശോധിച്ച ശേഷം ചില ATMകളിൽ നിന്ന് ചിലർക്ക് ഭാഗ്യത്തിന് നോട്ടുകൾ കിട്ടുന്ന സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ട്. ഇന്ന് ഉണ്ടായ തിരക്ക്, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി SBTയിൽ സംഭവിച്ചത് എടുത്തു പറയേണ്ട കാര്യമാണ്. എല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ഉണ്ടായ സംഘർഷം പലയിടത്തും, കോഴിക്കോട് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ക്യൂ നിന്ന് ഏറ്റവും അവസാനം വീട്ടമ്മമാർ വരെ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ വീട്ടുജോലി എപ്പോഴാണ് ചെയ്യുക, നാളെയും ഇതുപോലെ വന്ന് നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷമം കേൾക്കാൻ വേണ്ടി എന്നും ഞങ്ങളുടെ മുമ്പിലേക്ക് ഈ കഷ്ടപ്പെട്ട് വിയർത്ത് പണി ചെയ്ത് പണമുണ്ടാക്കിയവർ അത് ബാങ്കിലിട്ട ശേഷം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ ഇനിയും ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ ചെയ്യാൻ സാധിക്കുക? ലാൽ, കേരളത്തിൽ മാത്രം ഞാൻ പറയട്ടെ, 6500 കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബ്രാഞ്ചസ് ഉണ്ട്. കരുനാഗപ്പള്ളി ബ്രാഞ്ചിൽ ഒരു ചെറിയ ഉന്തും തള്ളും ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഞങ്ങളുടെ ബ്രാഞ്ചിൻ്റെ പ്രിൻസിസിൻ്റെ ഒരു ഗ്ലാസ് പൊട്ടി എന്നുള്ളത് നിങ്ങൾ ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുത്ത സമയത്ത് ബാക്കി 6499 ബ്രാഞ്ചിലും വളരെ ഭംഗിയായ രീതിയിൽ കൗണ്ടറിൽ പൊതുജനത്തിന് ക്യാഷ് ഞങ്ങൾ ഡിസ്പെൻസ് ചെയ്ത് കൊടുത്തു എന്നെന്തുകൊണ്ട് നിങ്ങൾ മാധ്യമം റിപ്പോർട്ട് ചെയ്തില്ല? അല്ല, ഈ കൊടുത്ത കാര്യത്തിലാണ് ആളുകളുടെ എല്ലാവരുടെയും അഭിപ്രായം എടുത്ത് ചാനലിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞത് എന്താണ്? ഇത് ഞങ്ങൾ ഇന്ന് പറഞ്ഞ പല ആളുകളുടെയും കമന്റുകൾ ഞാൻ 1-2 കാര്യങ്ങൾ അങ്ങയുടെ മുമ്പിൽ പറയട്ടെ. ചായക്കടക്കാരനായിരുന്ന ഒരാൾ പ്രധാനമന്ത്രിയായതിൽ സന്തോഷിച്ച ആളുകളാണ് ഞങ്ങൾ, അദ്ദേഹത്തിനെ ജയ് വിളിച്ച ആളുകളാണ് ഞങ്ങൾ. ആ ആളുകളായ ഞങ്ങൾ ഇതാ ജപ്പാനിൽ നിൽക്കുന്ന നരേന്ദ്രമോദിക്ക് എല്ലാ അഭിവാദ്യവും അർപ്പിക്കുന്നു. വളരെ രോഷത്തോടു കൂടിയാണ് പറയുന്നത്, ഞങ്ങളെ ഇങ്ങനെ വെയിലത്ത് നിർത്തിയത്, ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിന് എല്ലാ ദിവസവും ഇതുപോലെ വന്ന് ക്യൂ നിന്ന് ബാങ്കിൽ നിന്ന് എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന പണം ഇന്ന് കൊടുത്തല്ലോ എന്നാണ് അങ്ങ് പറയുന്നത്. വന്ന ആളുകൾക്ക് 1 മിനിറ്റിൽ സേവനം കിട്ടിപ്പോകാൻ സാധിക്കുമോ അവിടെ ഇപ്പോൾ, അല്ലെങ്കിൽ മുൻകാലങ്ങളിലേതുപോലെ? അതൊക്കെ രാഷ്ട്രത്തിന് വേണ്ടി സഹിക്കണമെന്ന് ബാങ്കും പറഞ്ഞു തുടങ്ങിയോ? രാഷ്ട്രത്തിന് വേണ്ടി, ഈ പ്രത്യേക ഉദ്യമത്തിന് വേണ്ടി ബാക്കി നിൽക്കുന്ന 99 പേരും അല്പം കഷ്ടം സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ഉന്നമനം നല്ലതാണ്. ഇന്ത്യ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന കണക്ക് കിട്ടി. കാരണം നിങ്ങൾ ഒരു കേസ് മാത്രമേ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ബാക്കി 100 പേരെ ഉള്ളൂ എന്ന് കരുതി. ഞാൻ പറയുന്നത് 125 കോടി ജനതയിൽ ഒരു അഭിപ്രായം അങ്ങയുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ ആ ഒറ്റ അഭിപ്രായമേ ഉള്ളൂ എന്നാണ് ബാങ്ക് കാണുന്നതെങ്കിൽ ഈ നാട്ടുകാരോട് ഇടപെടുന്ന നേതാക്കന്മാർക്ക് മറ്റു പല അനുഭവങ്ങളും പറയേണ്ടി വരും, ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് കുറച്ചുകൂടി ഗ്രൗണ്ട് റിയാലിറ്റി. മാധ്യമധർമ്മം എന്ന് പറയുന്നതിനെ മൊത്തത്തിൽ കാണുക എന്നുള്ളതാണ്. ഇല്ലാതെ ഒരു ബ്രാഞ്ചിന്റെ ഒരു ഗ്ലാസ് പൊട്ടി,
അല്ലെങ്കിൽ പിന്നെ ശരി, ഞാൻ ആ ബോംബെ മൊത്തം കാര്യത്തിലേക്ക് വരാം. ശ്രീ സാംകുട്ടി മാത്യൂസിലേക്ക് ആ ചോദ്യം ഞാൻ അങ്ങയോട് ചോദിക്കേണ്ടെന്ന് ഉദ്ദേശിച്ചതാണ്. കാരണം രാഷ്ട്രീയക്കാർക്കാണ് ആ ചോദ്യത്തിലേക്ക് വരേണ്ടത്. അവരിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങയിലേക്ക് തന്നെ ഞാൻ അവതരിപ്പിക്കട്ടെ. ഇത് ബാങ്കിന്റെ മാത്രം പ്രശ്നമല്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ഞാൻ അങ്ങയിലേക്ക് ചോദിക്കാത്തത്. ബാങ്കിന് ഈ പണം ഗവൺമെന്റ് തരുന്നത് കൊടുത്താൽ മതി, അത് നേരെ കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലാണ് എന്റെ പ്രശ്നങ്ങൾ ഇത്രയും നേരം നിന്നത്. പക്ഷേ മറ്റു ചില പ്രശ്നങ്ങൾ, മധ്യപ്രദേശിൽ റേഷൻ കട അടിച്ച് പൊളിച്ച് അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് ഈ ബാങ്കുകൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തതുകൊണ്ട്, പണം കൊടുക്കുന്ന നെറ്റ്വർക്കിന് കൃത്യമായ ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈ ബോംബെയിൽ ഒരു നവജാത ശിശുവിന് ഇന്ന് മരിക്കേണ്ടി വന്നത് 500 രൂപ പ്രശ്നത്തിൽ നോട്ടുമാറ്റൽ പ്രക്രിയയിൽ ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ കൃത്യമായി നടപ്പിലാക്കപ്പെടാത്തത് കൊണ്ടാണ്. ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഇനിയും വേണോ? ഇത് രണ്ട് പ്രശ്നമാണ്. 98% അങ്ങനെ അല്ല എന്നാണോ അങ്ങ് മറുപടി പറയുക? ബോംബെയിൽ ഹോസ്പിറ്റലിൽ 500 രൂപയും 1000 രൂപയും അക്സെപ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും റിസർവ് ബാങ്കും നിർദ്ദേശിച്ച വ്യക്തമായ ഇൻസ്ട്രക്ഷനിൽ നിന്നും വ്യതിരിച്ചാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ആ വ്യതിരിച്ച ഇൻസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് പ്രതികരിച്ചില്ല? ഈ കാര്യങ്ങളെല്ലാം രാവിലെ തൊട്ട് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞപ്പോ ഏത് ബാങ്ക് അതിനെതിരായി, ആശുപത്രിക്കെതിരായി പരാതി കൊടുത്തു അല്ലെങ്കിൽ പറഞ്ഞു, പ്രതികരിച്ചു? ഒന്ന്. രണ്ടാമത്, ഇത് കേട്ട കേന്ദ്ര സർക്കാർ എന്ത് നടപടി എടുത്തു ആശുപത്രിക്കെതിരെ? ഏത് ആശുപത്രികളിൽ നോട്ടുകൾ കൃത്യമായി കൊടുക്കണം, എടുക്കണം എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് സർക്കാർ? അങ്ങനെയല്ല ഇന്ന് അരുൺ ജെയ്റ്റ്ലി വൈകുന്നേരം കൃത്യമായി പറഞ്ഞത്. സർക്കാർ ആശുപത്രികൾക്ക് മാത്രമേ സാധിക്കൂ, പ്രൈവറ്റ് ആശുപത്രികൾ കൂടിയാണെങ്കിൽ ഈ കള്ളപ്പണം ഒഴുകുന്നതിനുള്ള പ്രശ്നമുണ്ടാകുമെന്ന്. തയ്യാറെടുപ്പുകൾ ഇത്രയേ ഉള്ളൂ, മുന്നൊരുക്കങ്ങൾ കുറവാണ്, നോട്ടുകൾ കുറവാണ്. ഒറ്റ ചോദ്യം കൂടി താങ്കളോട്, ഈ ഘട്ടത്തിൽ 100 രൂപയുടെ നോട്ടാണോ പ്രശ്നം? ഞാൻ ലാൽ പറഞ്ഞതിന് ഒരു മറുപടി പറഞ്ഞിട്ട് ഇത് പറയാം. ബാങ്കിൻ്റെ ധർമ്മം, ബാങ്കറുടെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുക എന്നുള്ളതല്ല. അത് പ്രതികരിക്കേണ്ടത് അധികാരപ്പെട്ടവരാണ്. ഞാൻ അറിഞ്ഞത് ആ മഹാരാഷ്ട്രയിലെ ഇഷ്യൂവിൽ പോലീസിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഒരു FIR ഫയൽ ചെയ്യാനായിട്ട് അവർ തയ്യാറായില്ല. മാധ്യമങ്ങൾ അവിടെ പ്രതികരിക്കണമായിരുന്നു, അധികാരികളെ അത് അറിയിക്കണമായിരുന്നു. അത് ചെയ്യാതെ ബാങ്കറോട് എന്തിനാണ് പറയുന്നത്? ബാങ്കറുടെ ജോലി വളരെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി ചെയ്യുന്നുണ്ട്. 100 രൂപയുടെ നോട്ടിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇന്നലെ വൈകുന്നേരം എൻ്റെ കറൻസി ചെസ്റ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ കറൻസി ചെസ്റ്റ് ഉണ്ടായിരുന്നത് 587 കോടിയുടെ 100 രൂപ നോട്ടാണ്. അതുപോലെ തന്നെ 247 കോടിയുടെ 50 രൂപ നോട്ടാണ്. ഇന്ന് ഞങ്ങളുടെ എത്ര ജില്ലകളിലേക്കാണ്? കേരളത്തിലുടനീളമുള്ള സകല 14 ജില്ലകളിലേക്ക് ഇത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഒരു ബ്രാഞ്ചിലും ക്യാഷിന് ഷോർട്ടേജ് വരാതെ ഞങ്ങൾ മാനേജ് ചെയ്തു. എന്തുകൊണ്ടാണ് വിചാരിക്കുമ്പോൾ ആളുകൾക്ക് കിട്ടുന്നത് 2000 രൂപയാണ്? ആളുകൾക്ക് 2000 ഉള്ളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതെ, ആ 2000 രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്നലെ എടുത്ത 2000-കാരനും കാണും, ഇന്ന് വീണ്ടും അയാൾ വന്നിട്ടുണ്ടാകും. ഒരുപക്ഷെ ഒരു വീട്ടിൽ തന്നെയുള്ള 3 പേരുടെ ATMകൾ ഉപയോഗിച്ച് ഒരു വീട്ടിലേക്ക് 6000 പോയിട്ടുണ്ടാകാം. ഇതിൽ എവിടെയാണ് സമത്വം? ഈ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത പാവപ്പെട്ട ബൈപ്പാസ് സർജറി ചെയ്ത് കിടക്കുന്ന മക്കളൊക്കെ, ഗൾഫിലുള്ള ആളുകൾ എന്ത് ചെയ്യും? അവർ ഇപ്പോഴും ക്യൂവിൽ ഇല്ല സർ. അവരൊക്കെ ഇതിനു മുമ്പും എങ്ങനെയാണോ മാനേജ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും. ഇതിനു മുമ്പാണെങ്കിൽ അവർക്ക് ഈ പൈസ എടുത്ത് തലങ്ങനയുടെ അടിയിൽ വെക്കാം, അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഞാനൊന്ന് പറയട്ടെ അല്ലേ, ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ കൗണ്ടറിൽ കൂടിയും അക്രോസ് ദ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നോട്ട് എക്സ്ചേഞ്ചിൽ കൂടി വന്നത് 4000 കോടിയാണ്. അതിൽ 2100 കോടി ഞങ്ങളുടെ ഡിപ്പോസിറ്റിലേക്ക് വന്നു. ഈ പണം എവിടെ നിന്ന് വന്നു? ശരി, എന്തായാലും തളർന്ന എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട്. കേരളത്തിലെ കഥ ഇതാണെങ്കിൽ ഡൽഹി തലസ്ഥാന നഗരിയിൽ ഇന്ന് കേട്ടതും അങ്ങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയൊക്കെ വരാം. ഈ ഘട്ടത്തിൽ ചർച്ച മറ്റുള്ളവരിലേക്ക് കൊണ്ടു പോട്ടെ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, എന്താണ് ഈ ഘട്ടത്തിൽ ഇപ്പോ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാനുള്ളത്? അതിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഇത് രണ്ടായി കാണണം. ഒന്ന്, ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ. രാജ്യത്ത് ഇന്ദിരാഗാന്ധി എമർജൻസി പ്രഖ്യാപിച്ചതുപോലെ ഒരു അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഷ്ട്രത്തോടായി സംസാരിച്ചുകൊണ്ടാണ് ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനവർ പറയുന്ന ന്യായം, ഇപ്പോൾ ബാങ്കിലെ ഉദ്യോഗസ്ഥനായ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു വലിയ സതുദ്ദേശമുണ്ടെന്നാണ്. അത് കള്ളപ്പണം തടയലാണ്, ആ കള്ളപ്പണവും കള്ളനോട്ടും തടയലാണ്. ട്രക്ക് കണക്കിന് അന്യരാജ്യങ്ങളിൽ നിന്ന് നോട്ടടിച്ച് ഇവിടെ കൊണ്ടുവരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത്. അത് നമ്മുടെ സാമ്പത്തിക സാമ്പത്തിക മേഖലയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി രാജ്യത്തിന് വലിയ സേവനമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതാണ് ഒരു സൈഡ്. രണ്ടാമത്തെ, ഈ പ്രഖ്യാപനത്തിൻ്റെ ഫലമായി വന്നിട്ടുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും അതാണ് ലാലിവിടെ വിശദീകരിച്ചതും. അതിലേക്ക് കടക്കുന്നതിന് ഒറ്റ കാര്യം പറയട്ടെ, രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത കെട്ടിപ്പടുക്കുന്നതിലേക്കാണ് സുരക്ഷിതമാക്കുന്നതിനുള്ള എല്ലാ നടപടികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികൾ, അത് CPM മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഗതം ചെയ്തു. എല്ലാ നല്ലവരായ മനുഷ്യരുമൊക്കെ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷെ ആ സതുദ്ദേശത്തിലാണോ ഇത് ചെയ്തത്? ഇദ്ദേഹം ഇപ്പോൾ പറയുകയുണ്ടായി 8-ാം തീയതി ഈ പ്രഖ്യാപനം വന്നു.
ഇന്ന് 12, 4 ദിവസമേ ഉള്ളൂ. 8-ാം തീയതി പ്രഖ്യാപനം വന്നത്. 2016 ജനുവരിയിൽ ഈ ഹിന്ദു പത്രം, ഇന്ത്യയുടെ ദേശീയ പത്രം, ഇവിടെ ഇങ്ങനെ ഈ നോട്ടുകൾ മാറുന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തില്ലേ? കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഗുജറാത്തിൽ RSSന് സ്വാധീനമുള്ള ഒരു പത്രം അവർ ഈ നോട്ട് മാറ്റത്തെ സംബന്ധിച്ച് ഇത് നിരോധിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തില്ലേ? ഇതിൻ്റെ എല്ലാം ഫലമായി ഇത് രഹസ്യമായി വെച്ച് കള്ളനോട്ടുകൾ തടയാനും കള്ളപ്പണം കണ്ടുപിടിക്കാനും ചെയ്താണ് സകല കള്ളപ്പണവും കറുത്ത നോട്ടും വെളുപ്പിക്കാൻ ഈ പറയുന്ന വാർത്തകൾ സഹായിച്ചില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രഖ്യാപനം വന്നത്? നിങ്ങളുടെ റിസർവ് ബാങ്കിൻ്റെ നോട്ട് പ്രിൻ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി പ്രസിൻ്റെ ഭോപ്പാൽ മധ്യപ്രദേശിലുള്ള പ്രിൻറ്റിംഗ് പ്രസ്സിൽ 35,000 കോടി രൂപയുടെ 1000-500 നോട്ടടിച്ചു. അത് സെക്യൂരിറ്റി ത്രെഡില്ലാതെയാണ് ആ നോട്ടടിച്ച് പുറത്തിറക്കിയത്. കള്ളനോട്ടാണ്. പാകിസ്ഥാൻ അടിച്ചിവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലെ ഇന്ത്യ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി പ്രസ് കള്ളനോട്ടടിച്ചു. അതിനെ സംബന്ധിച്ച് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ സെക്യൂരിറ്റി പ്രസിൻ്റെ ഡയറക്ടറോട് സമാധാനം ചോദിച്ചില്ലേ? കത്തെഴുതിയില്ലേ? 2 ഒരു മാനേജറെയും ഡെപ്യൂട്ടി മാനേജറെയും സസ്പെൻഡ് ചെയ്തില്ലേ നിങ്ങൾ ഈ കള്ളനോട്ടടിച്ചതിന്? ആ കള്ളനോട്ട് തിരിച്ചു പിടിക്കണം. 35,000 കോടി രൂപയുടെ. അതിനെടുത്ത നടപടിയല്ലേ? ഇനി കള്ളപ്പണക്കാരൻ നിങ്ങൾ കാണിച്ചൊരു കൊള്ളരുതായ്മയ്ക്ക് രാജ്യത്തെ ജനങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ പീഡനം അനുഭവിക്കണം. ഇനി കള്ളപ്പണക്കാരെ തടയാനും കള്ളനോട്ട് കണ്ടെത്താനുമാണെന്നാണല്ലോ പറയുന്നത്. ഈ വാർത്തകൾ വന്നതിൻ്റെ ഫലമായി 10 മാസമായി മാറ്റേണ്ടതൊക്കെ മാറ്റിയില്ലേ ഓരോരുത്തരും? ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഈ നടപടി കൊണ്ട് ഏറ്റവും ഗുണം കിട്ടിയത് റിലയൻസിനാണ്. നേരത്തെ പറഞ്ഞ ന്യൂസ് 18ൻ്റെ ഉടമസ്ഥനായ റിലയൻസ് അംബാനിക്കാണ്. ഞാൻ പറയട്ടെ, ഇവിടെ ഈ പെട്രോൾ പമ്പുകളെല്ലാം രാജ്യത്താകമാനം. ഇപ്പോൾ പെട്രോൾ പമ്പിൽ ഒരു സ്കൂട്ടറുകാരൻ 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ചെന്നാൽ 100 രൂപ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് അവൻ 500 രൂപയ്ക്ക് അടിക്കണം. രാവും പകലും മോട്ട് മാറാനുള്ള സൗകര്യം എന്നുള്ളതിൽ അവിടെ കൊണ്ടുപോയി അടിച്ച് ഒരു തുള്ളി പെട്രോളിൻ്റെ ഷാർട്ടേജോ അതിൻ്റെ ഫലമായി ഒരു പമ്പ് അടയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു കരുതൽ നടപടി എടുത്തല്ലേ? ഇവിടെ എല്ലാം നേരത്തെ തന്നെ പെട്രോൾ ആവശ്യം പോലെ സ്റ്റോക്ക് ചെയ്തില്ലേ? ആർക്കാ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെട്രോൾ പമ്പുകൾ നടത്തുന്ന റിലയൻസാണ്, IOC അല്ല. അയാൾക്ക് എത്ര കോടി രൂപയുടെ വിൽപ്പനയാണ് ഇപ്പോൾ നടന്നത്? കാശുണ്ടാക്കിയതാണത്. അതുകൊണ്ട് ഇവിടുത്തെ കുത്തക മുതലാളിമാരെയും കോർപ്പറേറ്റ് ഭീമന്മാർക്കും എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുത്തു. ഇനി കള്ളപ്പണം ഉണ്ടാക്കി സൂക്ഷിക്കുന്നവൻ അവൻ നോട്ട് കെട്ടി വീട്ടിനടിയിൽ വെച്ചിരിക്കുകയല്ല, അവനത് സർക്കുലേറ്റ് ചെയ്യുകയാണ്, അവനത് പലിശയ്ക്ക് വിതരണം നടത്തുകയാണ്. അവൻ്റെ കയ്യിൽ ഒരു പൈസയും കാണില്ല. ഇതെല്ലാം ഓരോരുത്തരെ കൊണ്ടുവന്ന് പലിശയ്ക്ക് വിതരണം നടത്തുന്നവരുടെ കയ്യിലാണ്. ആ കാശെല്ലാം ഇനി തിരിച്ചു കൊടുക്കണമല്ലോ. ഈ അതല്ല, ആ കള്ളനോട്ട് ഉണ്ടാക്കി വെച്ചിരുന്നവന് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? കള്ളപ്പണം സൂക്ഷിച്ചവനുള്ള ബുദ്ധിമുട്ട്. അവൻ്റെ നോട്ടെല്ലാം സർക്കുലേറ്റ് ചെയ്ത് എല്ലാം കെട്ടി അലമാരയെ കൊണ്ട് വെച്ചേക്കല്ലല്ലോ. ഇവിടെ ആകെ വന്ന ഇദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇപ്പോഴത്തെ ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ 4,000 കോടിയാണ് 2 ദിവസത്തിനകത്ത് വന്നതാണ്. അത്രയും വന്നാൽ മതിയോ? എത്ര 1000 കോടിയാണ് ഓരോ? ഇന്ന് 13 കോടി അക്കൗണ്ടുകൾ പുതുതായി തുറന്നു. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കാലത്ത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ക്രെഡിറ്റ് അടിച്ചാലേ. 90, 80, 85 വയസ്സായ പാവങ്ങൾ വാങ്ങുന്ന കർഷക തൊഴിലാളികളുടെയും ആ വികലാംഗരുടെയും വിധവകളുടെയും പെൻഷൻ ഉൾപ്പെടെ ബാങ്കിലല്ലേ വരുന്നത്. ആ ബാങ്കിൽ നിന്ന് അത് പോയി എടുക്കാൻ വല്ല നിവൃത്തിയുണ്ടോ? ഇപ്പം ചെന്നാൽ പാവങ്ങൾ കിട്ടുന്നുണ്ട്. ആശുപത്രികളുടെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. മുംബൈ ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രികളിൽ ഇത് പണം സ്വീകരിക്കണം, പഴയ നോട്ടുകൾ സ്വീകരിക്കണമെന്ന് ഡയറക്ഷൻ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. സർക്കാർ ആശുപത്രികൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്കും പോകുമ്പോൾ കാണാൻ പാവങ്ങൾ കിടന്ന് വിളിക്കുക, ഞങ്ങൾ ആശുപത്രി വന്നിരിക്കുന്നത്, മരുന്ന് വാങ്ങിക്കാൻ കാശില്ല, ഡോക്ടർ നോക്കുന്നില്ല, കൻ്റീനിൽ ഭക്ഷണം കിട്ടുന്നില്ല. ഒന്ന് ആശുപത്രി സൂപ്രണ്ടടുത്ത് പറയാൻ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ആളുകൾ മാസത്തിന് ചെക്കപ്പിന് വരുന്നവർക്ക് ചെക്കപ്പ് ചെയ്യാൻ നിവൃത്തിയില്ല. എന്തൊരു പീഡനമാണ് കാണിച്ചത്. അപ്പം ജനങ്ങൾക്കുണ്ടായ പീഡനം ചെറുതായി കാണരുത്. എത്ര എണ്ണമാണ് കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ രാജ്യത്ത് ഈ കൊണ്ടുവരുന്ന നടപടി രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ രക്ഷിക്കാനുള്ള സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഞങ്ങളതിനെ പിന്താങ്ങുന്നു. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇവിടെ സൗദ്ദേശമല്ല, ഇപ്പോ ഓരോ ദിവസവും ചെല്ലുമ്പോഴാണ് കൂടുതലായി ഈ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ പ്രതികരണവുമായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി ഈ പ്രതിഷേധ സൂചകമായി ATM കൗണ്ടറിന് മുമ്പിൽ എത്തി. അതുപോലെ ഇന്നിപ്പോൾ പല കാര്യങ്ങളും പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ അഴിമതിയാണ്, വലിയ കുംഭകോണമാണ്. ഇപ്പോൾ ശ്രീ ആനത്തലവട്ടം ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ 8-ാം തീയതി രാത്രി പൊട്ടിച്ച വെടിയല്ല ഇത് നേരത്തെ തന്നെ പലർക്കും അറിയാമായിരുന്നു. വേണ്ടപ്പെട്ടവർക്ക് കാര്യങ്ങൾ ലീക്ക് ചെയ്തു കൊടുത്തു, അവർ ഇത് മാറ്റി. ആ നിലയ്ക്ക് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഒരു വലിയ കുംഭകോണമാണ്, അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഏത് അർത്ഥത്തിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ നിങ്ങൾ കാണുന്നത്?
ഇന്ന് കോൺഗ്രസിൻ്റെ വക്താവ് ശ്രീ കപിൽ സിബൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഹോംവർക്കും ഇല്ലാതെ ചെയ്ത ഏർപ്പാടാണ്. പിന്നെ ഇതിൽ വലിയ ഒരു സന്ദേഹം എല്ലാവർക്കും വന്നു തുടങ്ങിയിരിക്കുന്നു. ഇത് ആദ്യത്തെ ദിവസം 8-ാം തീയതി ഞാൻ റേഡിയോ കൂടെ കേട്ടാണ് പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം. പക്ഷെ ഒറ്റ കേൾവിയിൽ ഇത് നല്ലതാണെന്ന് തോന്നിയെങ്കിലും പിന്നീട് പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഇത് മറ്റെന്തിനോ വേണ്ടിയാണ് എന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ അദ്ദേഹം ചില കാര്യമൊക്കെ പറഞ്ഞുണ്ടായി. എന്താ നമ്മുടെ നാട്ടിലെ സ്ഥിതി? ഞാൻ ഇന്ന് ഫോർട്ട് കൊച്ചി തൊട്ട് അർത്തുങ്കൽ ചെത്തി വരെ ഇന്ന് പോകേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. തീരദേശത്ത് വറുതിയാണ്, ഒരു ചായ കുടിക്കാൻ കാശില്ല, മത്സ്യം കൂട്ടിയിട്ടിരിക്കുക, വന്നു പോയി കാണാൻ ചെത്തി കടപ്പുറത്ത് കൂട്ടി ആര് മേടിക്കുന്നത്? ഞാൻ ചോദിക്കും, നമ്മുടെ നാട്ടിൽ മുഴുവൻ അരാജകത്വമല്ലേ? ഈ നില തുടർന്നാൽ ഒരു സംശയം വേണ്ട, ജനങ്ങൾ അറ്റാക്ക് ചെയ്യും, ജനങ്ങൾ ഇറങ്ങി അറ്റാക്ക് ചെയ്യും, ബാങ്ക് അറ്റാക്ക് ചെയ്യും. ശ്രീ സാങ്കുട്ടി കേട്ടോ, ജനങ്ങൾ ഇറങ്ങും രംഗത്തേക്ക്, കടകൾ കൊള്ളയടിക്കും, വലിയ അരാജകത്വത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. സാധാരണക്കാർ എന്ത് ചെയ്യും? ആത്മഹത്യ. ഞാൻ പറഞ്ഞുതരാം, കല്യാണത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് 5-6 ലക്ഷം രൂപ എടുത്തവരെ എന്ത് ചെയ്യും? തിരിച്ചുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ എത്രയാണ് കൊടുക്കുന്നത്? ഒരാഴ്ച 20,000. എത്ര ആഴ്ച വേണം? എത്ര കല്യാണം മുടങ്ങും? നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ പ്രശ്നം ഉണ്ടാകാൻ പോവാണ്, ഒരു സംശയക്കാര്യത്തിലില്ല. അച്ഛത്തിന് ആയക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ BJP സുഹൃത്ത് എന്താ പറഞ്ഞത് കേൾക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങണം, അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട്. രാത്രി വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തുക, ഒരു കാര്യം ചെയ്യാതിരിക്കുക. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പോയി അദ്ദേഹത്തിന് 10,000 ചെക്ക് എടുത്തെടുത്ത് കൊടുത്തതെന്നറിയോ? എല്ലാം 2000 നോട്ട്. എന്ത് ചെയ്യും? എവിടെയെങ്കിലും എടുക്കുമോ? നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്നും സേവനത്തിൽ താല്പര്യമുള്ളത് തന്നെ സംശയക്കാര്യത്തിൽ വേണ്ട. രാജ്യരക്ഷ ഉണ്ടാവണം, കള്ളപ്പണം പിടിക്കണം, ഒരു തർക്കവും അതിനകത്തില്ല. പക്ഷേ ഈ കാണിക്കുന്നത് ശുദ്ധ അനാവശ്യമാണെന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. ജനങ്ങൾ പ്രതികരിക്കുന്നത് നാളെ കൂടെ കഴിയട്ടെ. ഇപ്പോൾ കച്ചവടക്കാർ പറഞ്ഞിട്ട് ഞങ്ങൾ അവരെന്ത് ചെയ്യും? കടയിൽ വന്ന് സാധനം വാങ്ങണ്ടേ? നിങ്ങൾ എറണാകുളം പച്ചക്കറി മാർക്കറ്റിൽ പോകും, ഫിഷ് മാർക്കറ്റിൽ പോകും, അവിടെ ഒരു കച്ചവടം നടക്കുന്നില്ല, ജനങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നില്ല. 50 നോട്ട് കിട്ടാൻ 100 കിട്ടാനില്ല. ഇത് എവിടെ പോയി നിൽക്കുന്നത്? ഇത് കലാപത്തിലേക്ക് പോകും. അതുകൊണ്ട് അടിയന്തരമായി ഇത് പ്രഖ്യാപിച്ചത് തന്നെ റെമഡി മെഷേഴ്സിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ആരെയും കുറ്റപ്പെട്ട കാര്യമില്ല. അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇത് തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും മാത്രം കാര്യമല്ല, കേരളത്തിലെ കാര്യമേ അല്ല. അങ്ങേക്ക് തൃശ്ശൂരിലെ കാര്യങ്ങളെങ്കിലും അറിയാമല്ലോ, ബാക്കിയെല്ലാം അങ്ങ് വിലയിരുത്തുന്നുണ്ട്. ഒരു BJP നേതാവ് ഇന്ത്യ മുഴുവൻ ഇന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. ഈ പറഞ്ഞ രീതിയിലേക്ക് 50-ഉം 100-ഉം രൂപ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാവരുടെയും കയ്യിലേക്ക് 50-ഉം 100-ഉം എത്തുമെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് ആ തൊഴിൽ തിരിച്ചു കിട്ടുമോ? ഇപ്പോൾ കുറച്ച് ദിവസം അടച്ചിടുന്ന കടകൾ വീണ്ടും അതേ പ്രതാപത്തോടു കൂടി അവർക്ക് വീണ്ടും തുറന്ന് പ്രവർത്തിച്ച് ഇതേ ആളുകൾക്ക് പണി കൊടുക്കാൻ സാധിക്കുമോ? എല്ലാത്തിനും ഈ നിരീക്ഷകർ അനുഭവങ്ങൾ മുൻപുള്ള കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കിയെങ്കിലും പറയുന്ന കാര്യങ്ങൾക്ക് അർത്ഥമുണ്ട് എന്നല്ലേ ഈ കഴിഞ്ഞ 3-4 ദിവസത്തെ കാര്യങ്ങളെങ്കിലും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്? രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അങ്ങേക്കും അറിയാവുന്ന ആ സത്യം തൊട്ടറിയുമ്പോൾ അങ്ങ് എങ്ങനെയാണ് നാട്ടുകാരോട്, ചുരുങ്ങിയ പക്ഷം കേരളത്തിലോടുള്ളവരോടെങ്കിലും പ്രതികരിക്കുന്നത്, മറുപടി പറയുന്നത്? മുണ്ട് മുറുക്കി ഉടുത്തോളൂ എന്ന് തന്നെയാണോ ഇന്നും പറയാനുള്ളത്? ലാലെ, ഞാൻ ആദ്യം ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിങ്ങളെല്ലാവരും കൂടി അവരെ പരിഭ്രാന്തരാക്കിയിട്ടും സംയമനത്തോടു കൂടിയിട്ട് അവർ ഈ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്ഷമാപൂർവം പ്രതികരിക്കുന്ന നാട്ടിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന ബാങ്കിലെ പല ഉദ്യോഗസ്ഥന്മാർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, മിസ്റ്റർ ലാൽ, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ്. തലശ്ശേരിയിൽ കാല് തെറ്റി വീണയാളെ ആത്മഹത്യ ചെയ്തവനാക്കി മാറ്റിയ മാധ്യമങ്ങളാണ് കേരളത്തിലുള്ള നിങ്ങളടക്കമുള്ള ആളുകൾ. നിങ്ങൾക്ക് രാജ്യത്തെ രക്ഷിക്കലാണോ ആവശ്യം, അതോ പരിഭ്രാന്തി പരത്തലാണോ ആവശ്യം? നിങ്ങളുടെ കൈരളി ചാനൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ നിരീക്ഷിച്ചതാ. ഒരൊറ്റ ചാനലിൽ പോലും അടിയന്തരമായിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസ അടിയന്തരമായിട്ട് പോയിട്ട് ബാങ്കിൽ പോയി മാറ്റേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മാറ്റുക, എല്ലാ പൈസയും എടുക്കേണ്ട ആവശ്യമില്ല
എന്ന് നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കുവാനുള്ള ബാധ്യത നിർവഹിക്കാത്ത നിങ്ങളാണോ രാജ്യരക്ഷയ്ക്ക് വേണ്ടി ജനങ്ങളെ പറ്റി സംസാരിക്കുന്നത്? നിങ്ങളുടെ കൈരളി ചാനലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ ഈ കഷ്ടപ്പെട്ടിട്ട് ഓവർലോഡ് ചെയ്യുന്ന ബാങ്ക് ജീവനക്കാര്, ആ പാവങ്ങൾ ബാങ്ക് ജീവനക്കാരെ കൊണ്ട് ബാങ്കിൽ പോകാതെ നേരെ തൊടുപുഴയിൽ സമ്മേളനത്തിന് കൊണ്ടുപോകാൻ പോകുന്ന നിങ്ങളാണോ രാജ്യത്തിന്റെ രക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത്? ഹർത്താലും പണിമുടക്കും നടത്തി ഗോപാലകൃഷ്ണൻ കൈരളി ചാനലിനെ ഒരു രാഷ്ട്രീയ സംഘടനയായി കണ്ടുകൊണ്ടാണ് ഈ ചർച്ചയിൽ അങ്ങ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച സമയം പോകാനാണ് സാധ്യത. എനിക്കറിയേണ്ടത് ഇതൊന്നുമല്ല. ഇന്നത്തെ സമയം മുഴുവൻ അങ്ങ് തർക്കിച്ച് പാഴാക്കി കളഞ്ഞ് ജനങ്ങളോട് ഉത്തരം പറയാതെ പോകാനാണ് പരിപാടിയെങ്കിൽ അതിന് ഞാൻ പ്രകോപിതനാകുന്നില്ല. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് പറഞ്ഞത് കാലുതെറ്റി വീണ തലശ്ശേരിയിലെ ആളിനെ ആത്മഹത്യ ചെയ്തു എന്ന് പ്രചരിപ്പിച്ചതും കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തതും ഒന്നും കൈരളി ചാനലാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയല്ല. അതിനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളും ആ നാട്ടുകാരും ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് സംശയമുണ്ട്, ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ചാനലും. അതല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ടുവന്ന് ശാസ്ത്രീയമായി നിങ്ങളാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്, ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട്. നവജാത ശിശു ബോംബെയിൽ മരിച്ചത് 500 രൂപ പ്രശ്നത്തിലല്ല എന്ന് അങ്ങയ്ക്ക് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ കൊണ്ടുവരേണ്ടത് അങ്ങാണ്, അങ്ങയുടെ പാർട്ടിയാണ്, രാജ്യത്തെ ചാനലുകളും മാധ്യമങ്ങളുമല്ല. തൊടുപുഴയിലെ ഏതോ സംഘടനയുടെ സമ്മേളനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നാട്ടിലെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നതിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടാണ് ചോദിക്കേണ്ടത്. എൻ്റെ ഇന്നത്തെ ചോദ്യം അതൊന്നുമല്ല. ഇവിടുത്തെ അതിഥികൾ ചോദിച്ച ആ ചോദ്യങ്ങളുടെ മറുപടി എന്താണ് ബി ജെ പിക്കുള്ളത്? ഈ നാട്ടിൽ ഇത്രയും പ്രശ്നമുണ്ടാകുമെന്ന്, ഈ കാര്യത്തിൽ ആളുകൾ വെയിലത്ത് പൊരിവെയിലത്ത് ഇരിക്കേണ്ടി വരുമെന്ന് 8-ാം തീയതി രാത്രി നരേന്ദ്രമോദി പറഞ്ഞോ? ഇല്ലല്ലോ. ഇന്ന് അങ്ങ് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കേണ്ടി വരുമെന്ന്, ഇനിയും 3 ആഴ്ച ഇരിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എത്ര ദിവസമാണെന്ന് കൃത്യമായി പറയാൻ അങ്ങേക്കാകുമോ? നഷ്ടപ്പെടുന്ന തൊഴിൽ പോകുന്നവർക്ക് തിരിച്ച് അന്ന് കിട്ടുമെന്ന് പറയാനുണ്ടോ? ഇപ്പോൾ പട്ടിണി കിടക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയാൻ സാധിക്കുമോ? ഈ ചൊവ്വാഴ്ച മുതൽ കച്ചവടക്കാർ കട തുറക്കുന്നില്ല, അവർക്ക് ഉള്ള പരാതി എന്താണെന്ന് അത് കേട്ട് മറുപടി പറയാൻ അങ്ങേക്കുണ്ടോ? അല്ലാതെ തുടക്കത്തിൽ തന്നെ എന്നെ ആക്ഷേപിച്ചിട്ടോ ചാനലിനെ ആക്ഷേപിച്ചിട്ടോ എന്ത് കാര്യം ശ്രീ ഗോപാലകൃഷ്ണൻ? ആദ്യമേ തന്നെ നിങ്ങളൊരു മാധ്യമധർമ്മം പാലിക്കണം. ആ മാധ്യമധർമ്മം പാലിക്കാത്ത ചാനലുകാരോട് ശക്തമായി പ്രതികരിക്കുന്ന സ്വഭാവമാണ് എൻ്റെ. നിങ്ങളെ സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ ഇരുത്തിയാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തന്നെയാണ് വന്നത് മിസ്റ്റർ ലാൽ. ലാലിന്റെ സുഹൃത്താ, പക്ഷെ കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് സുഹൃത്ത് ബന്ധമൊന്നുമില്ല. ഞാൻ സംസാരിക്കാൻ പോകുന്നതിനിടയിൽ ലാൽ സംസാരിക്കരുത്. കാരണം നേരത്തെ ആനത്തലവട്ടം ആനന്ദൻ പറയുമ്പോൾ നിങ്ങൾ ഇടഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾ കുറച്ച് നിശബ്ദമായിരിക്കും. ഞാൻ പറയാം, എന്നെ ചോദ്യം ചെയ്യുകയായിരുന്നില്ല, എന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു. അങ്ങേക്ക് ഉത്തരം പറയാം. എന്നെ ചോദ്യം ചെയ്യാതെ ഉത്തരം പറയൂ, ഞാൻ ഇടപെടില്ല. നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും ചർച്ചയിൽ വരുന്നവർ കൊണ്ട് ലാലെ സമയം കളയാതെ ഉത്തരം പറയൂ ശ്രീ ഗോപാലകൃഷ്ണൻ. നാട്ടുകാർ കാത്തിരിക്കുകയാണ് ബി ജെ പി നേതാവ് എന്താണെന്ന് പറയുന്നത്. ബി ജെ പി നേതാവ് പറയും, ബി ജെ പിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പരിഭ്രാന്തിയുമില്ല. നാട്ടിലെ ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കൂടെ ഡിവൈഎഫ്ഐ എവിടെ പോയി? ഒരു ബാങ്കിലും ഡിവൈഎഫ്ഐക്കാരെ കണ്ടില്ല, യൂത്ത് കോൺഗ്രസ്സുകാരെ കണ്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം ക്യൂ നിൽക്കുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഡിവൈഎഫ്ഐക്കാരനില്ലല്ലോ, യൂത്ത് കോൺഗ്രസ്സുകാരനില്ലല്ലോ. പരിഭ്രാന്തി ഉണ്ടാക്കാൻ ഈ നാട്ടിലെ മാധ്യമങ്ങളും ഡിവൈഎഫ്ഐക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും പരിഭ്രാന്തി ഉണ്ടാക്കി ജനങ്ങളുടെ അടുത്ത് പോയി. ഞാൻ ഇന്ന് ബാങ്കിൽ പോയി, നിങ്ങൾ കേട്ടോളൂ, ഞാൻ ബാങ്കിൽ ക്യൂവിൽ പോയപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ അതല്ല വിഷയം. അങ്ങ് ക്യൂവിൽ പോയപ്പോൾ അവിടെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നോ ഡിവൈഎഫ്ഐക്കാരുണ്ടായിരുന്നോ എന്നുള്ളതല്ല ചോദ്യം. അത് നമുക്ക് ആനത്തലവട്ടത്തോട് ചോദിക്കാം, ഡൊമിനിക് പ്രസന്റേഷനോട് ചോദിക്കാം. അതല്ല എന്റെ ചോദ്യം. ഈ 100 രൂപ നോട്ട് കൃത്യമായി നിങ്ങൾ എണ്ണിക്കൊടുത്തിരുന്നുവെങ്കിൽ ശ്രീ സാംകുട്ടി മാത്യൂസിന് SBTക്കും SBIക്കും മറ്റു ബാങ്കുകൾക്കും കൃത്യമായ ആളുകൾക്ക് കൊടുക്കാമായിരുന്നു, അവർക്ക് പൊരിവെയിലത്ത് ഇരിക്കേണ്ടി വരില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ 100 രൂപ നോട്ടെങ്കിലും കൃത്യമായി എണ്ണി വെക്കാതെ 8-ാം തീയതി ഇത് പ്രഖ്യാപിച്ച് ഇങ്ങനെ നടുവെള്ളത്തിലാക്കിയത് ആളുകളെ? എൻ്റെ ലാലെ, നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ സമയം തരണം, എന്നാലേ ഞാൻ സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ ഇടപെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ 3-4-5 ആൾക്കാർ കുറെ നേരമായിട്ട് ഒരു ഗവൺമെന്റിനെ നിഷേധിക്കല്ലേ, അതിന് ഉത്തരം പറയാൻ ബാധ്യതയുള്ളയാളാണ് ഞാൻ.
അതുകൊണ്ട് എന്റെ ഉത്തരം നിങ്ങൾ കേൾക്കണം. അതിന്റെ ഉത്തരം പറയൂ നിങ്ങൾ ശ്രീ എന്റെ ഗോപാലകൃഷ്ണൻ. ഉത്തരത്തിന് ഞാൻ ഇടയിൽ പലതവണ ആ സംസാരിക്കുന്നത്. ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ അങ്ങ് നിങ്ങൾ ഇവിടെ സംസാരിച്ചാൽ വന്നിരിക്കുന്നവരുടെ ചർച്ചയിലോട്ട് പോകാൻ സംഘടനയെ പറ്റില്ല. കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആനന്ദൻ രാജ്യത്തെ കാര്യമല്ല ജനങ്ങൾ പറഞ്ഞത്. അനുഭവിക്കുന്ന ആനന്ദൻ പ്രശ്നങ്ങളുടെ മറുപടി പറയൂ. അതൊരു തന്ത്രമാണെന്ന് ഞാൻ കരുതുന്നു. ആ ഉത്തരം പറയാതിരിക്കുന്നത് ഒരു തന്ത്രമാണെന്ന് ഞാൻ കരുതുന്നു. ബാക്കി ആൾക്കാരെടുത്ത് കാണിക്കുന്ന പരിപാടി എന്റെ അടുത്ത് അഡ്വക്കേറ്റ് പറ്റില്ല. ഗോപാലകൃഷ്ണൻ നിങ്ങൾ ഈ എന്നെ ഉത്തരം ഉത്തരം പറയാതിരിക്കുന്നത് പറയാൻ അങ്ങയുടെ നിങ്ങൾ സമയം തന്ത്രമാണെന്ന് തന്നെയാണ് ഞാൻ നിങ്ങൾ കരുതുന്നത്. നിശബ്ദനായിരിക്കണോ? ഞാൻ സംസാരിക്കുന്നതിനിടയിൽ സംസാരിക്കാൻ നിൽക്കരുത് നിങ്ങൾ. എന്തുകൊണ്ട് 100 രൂപ നോട്ടുകൾ കൃത്യമായി ഈ ATM-കളിൽ ഇല്ല? ജനങ്ങൾക്ക് അല്ല ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇല്ല, ഒരു മിനിറ്റ് ശ്രീ ഗോപാലകൃഷ്ണൻ പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ ഈ 100 രൂപയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ ഈ സമയം കളയല്ലേ? നിങ്ങൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കുക. ഇതൊരു വലിയ എക്കണോമിക് റവല്യൂഷനാണ്. ഒരു എക്കണോമിക് റവല്യൂഷൻ ഇന്ത്യയിൽ നടക്കുമ്പോൾ കള്ളപ്പണത്തിന്റെ മുകളിൽ കച്ചവടം നടക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ഒരുപക്ഷെ ആ കള്ളപ്പണം ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളത് സമ്മതിക്കാത്ത ഒരു സാമ്പത്തിക വിദഗ്ധന്മാരുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. കള്ളപ്പണം ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സ്ഥലമാണ് കേരളം. ആ കേരളത്തിൽ കള്ളപ്പണത്തിന്റെ മുകളിൽ കച്ചവടം നടത്തിയതുകൊണ്ട് ഒരു ഗുണവുമില്ല. ശരി, അത് കണ്ടുപിടിക്കാനാണല്ലോ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഇപ്പൊ ഗവൺമെന്റ് ഈ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചത്. അതിന്റെ കൂടെ നിൽക്കുന്നു ഞാനും, ഒപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ആ കാര്യങ്ങൾ നടത്തി നിങ്ങൾ കള്ളപ്പണം കണ്ടുപിടിക്കൂ, അതാണ് വേണ്ടത്. അത് കഴിഞ്ഞ് കള്ളപ്പണം കണ്ടുപിടിക്കാതിരുന്നാലേ വീണ്ടും കള്ളപ്പണം ഇവിടെ ഉണ്ടെങ്കിലേ നിങ്ങളോട് ആളുകൾ ചോദിക്കൂ. അത് അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം അതല്ല. കള്ളപ്പണം കണ്ടുപിടിക്കാൻ വേണ്ടി, നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ ഒന്നാണ് ഈ 100 രൂപ നോട്ടുകൾ ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞത്. അത് കൊടുക്കുന്നതിൽ എന്താണ് താമസം? എണ്ണി എടുക്കുന്നതിന് മുമ്പ് തന്നെ തീർന്നു പോകുന്നു. അതാണ് ബാങ്കുകളുടെ പ്രശ്നം. ഈ 3 ആഴ്ച ഇങ്ങനെ തുടരാൻ പറ്റുമെന്ന് പല ബാങ്കുകൾക്കും പ്രതീക്ഷയില്ല. ശ്രീ സാംകുട്ടി മാത്രം ഈ ചർച്ചയിൽ അങ്ങനെ പറയുമെന്നും എനിക്കറിയില്ല. പലരും അങ്ങനെ അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ചർച്ചയിൽ ഉത്തരം പറയണമെങ്കിൽ എന്റെ മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞതിന്റെ മറുപടി പറഞ്ഞുകൊണ്ടേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. നിങ്ങൾ അതിനൊന്നും മറുപടി പറയരുത്. ഞാൻ 100 രൂപയുടെ കാര്യം മാത്രം പറയാനാണെങ്കിൽ നടക്കില്ല. ശരി, ഞാൻ അവര് പറഞ്ഞതിന് മറുപടി പറയും. 3 മിനിറ്റ് അനുവദിക്കുന്നു. ആ മറുപടികൾ പറയുക. ഏറ്റവും അവസാനം അതെ, സാങ്കേതിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പോകുന്നു എന്നുള്ളത് കൂടി പറയുക. കലാപത്തിന് ആഹ്വാനം ചെയ്തതാണോ മര്യാദ? മിസ്റ്റർ ലാൽ, ഇവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്തല്ലോ. ഡൊമിനിക് പ്രസന്റേഷൻ കലാപത്തിന് ആഹ്വാനം ചെയ്തതാണോ മര്യാദ? വാസ്തവത്തിൽ ഞാൻ പറയാം, ഇതൊരു എക്കണോമിക് റെവല്യൂഷൻ ആണ്. ഒരു എക്കണോമിക് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ എക്കണോമിക് റെവല്യൂഷൻ നടക്കുമ്പോൾ റെവല്യൂഷനെ പറ്റി സംസാരിക്കുന്നവരല്ലേ CPM. അപ്പൊ റെവല്യൂഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായി കുറെ കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. സിയാച്ചിന്റെ മുകളിൽ ഇരുന്ന് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പട്ടാളക്കാരന്റെ വേദന ഒന്നും ഇന്ന് നമുക്കാർക്കും ഇല്ല. ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും എൻ്റെ ബന്ധുക്കളും വെയിലത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ച് കഷ്ടപ്പെടാൻ ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറാണ്. ഇന്ത്യയിലെ ജനങ്ങളെ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ വെയിലത്ത് നിൽക്കുകയാണ്. കഷ്ടപ്പെടണ്ട, നരേന്ദ്രമോദി ആ കുഴപ്പം എന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ആ കുഴപ്പം. ഒരുപക്ഷെ 1, 2, 3, 4, 5 ദിവസം കേരളത്തിലെ ജനങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരും, ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ ഒരു കാര്യം ചോദിച്ചോടെ, സപ്ലൈകോ ആരുടെയാ? കേരള ഗവൺമെന്റിന്റെയാ. ആനത്തലവട്ടം ആനന്ദനോട് എനിക്ക് ചോദിക്കാനുള്ളതോ, സപ്ലൈകോയില് നിങ്ങൾക്ക് 500 രൂപയുടെയും 1000 രൂപയും നിങ്ങൾക്ക് മേടിച്ചൂടെ? സാധാരണക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ധാന്യങ്ങൾ കൊടുത്തൂടെ? കൊടുക്കണ്ടെന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ സഹകരണ മേഖലയിൽ മേടിക്കാൻ പറഞ്ഞ് കത്തെഴുതിയില്ലേ? സപ്ലൈകോ വഴി ഭക്ഷണം പാകം ചെയ്യുന്ന സാധാരണ ധാന്യങ്ങൾ കൊടുക്കാനുള്ള അനുമതി വേണമെന്ന് നിങ്ങളുടെ ധനകാര്യ മന്ത്രി പറഞ്ഞോ? നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അത് ചെയ്യേണ്ട ചുമതല സംസ്ഥാനത്തിന്റെയാ. നിങ്ങൾ ചെയ്തോ? അത് ചെയ്തിട്ടില്ല. നിങ്ങൾ പാനിക് ആക്കാൻ നോക്കുകയാ. ധനകാര്യ മന്ത്രിയാണ് ആദ്യമായി പാനിക് ആക്കിയത്. അതിനുശേഷം ഓരോ CPM-ന്റെ നേതാക്കന്മാർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാ. അപ്പൊ കുഴപ്പമുണ്ടാക്കാനല്ല, എക്കണോമിക് റെവല്യൂഷൻ ആണ്. ഇതൊരു വിപ്ലവമാണ്. വേദന എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും. പട്ടാളക്കാര്, കഷ്ടപ്പെടുന്ന പട്ടാളക്കാര് ബോംബ് പൊട്ടുമ്പോൾ ചാകുന്ന എത്ര നാട്ടിലെ ആളുകൾ ഈ പണം ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നു. അത് തടയണം. ഞാനും ലാലും ആനത്തലവട്ടം മനസ്സിലായി. ഈ സിദ്ധാന്തം മനസ്സിലായി. ഇനി അറിയേണ്ടത് ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ എന്താണ് പിഴവുകൾ പറ്റുന്നത്? അത് കൃത്യമായി നടപ്പിലാക്കാൻ പറ്റാത്തതിന് മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ പോയതാണോ പ്രശ്നം? 100 രൂപ കിട്ടാത്തതിന്റെ പ്രശ്നം അതാണോ? നിങ്ങൾ ആരാ പറഞ്ഞത് മുന്നൊരുക്കമില്ല? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത് മുന്നൊരുക്കമില്ല, നരേന്ദ്രമോദി ചെയ്തത് തെറ്റാണ്, നരേന്ദ്രമോദി ചെയ്യാൻ പാടില്ല എന്ന് പറയണം. നിങ്ങളുടെ ആവശ്യമതാ.
പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ആവശ്യത്തിന് സമയം തന്നിട്ടും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ വീണ്ടും കാര്യങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണെങ്കിൽ, സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി ചെയ്യേണ്ടതാണെങ്കിൽ, ഇവിടെ രാജ്യത്തെ ജനങ്ങൾ വലിയ യുദ്ധ ഭീഷണിയിലാണ്, വലിയ യുദ്ധത്തിൽ പെട്ടുകിടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും, ഈ സംസ്ഥാനത്തുള്ളവർക്കെങ്കിലും ധാന്യങ്ങൾ വാങ്ങി കൊടുക്കേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അത് ആ സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം. 5 ദിവസം ഈ പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് കരുതണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഞങ്ങൾ 1 ദിവസം എന്നാണ് പറഞ്ഞതെങ്കിലും ഇത് 3 ആഴ്ച നീണ്ടു നിൽക്കും, അതുകൊണ്ട് കരുതിക്കോളൂ എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തില്ല. നിങ്ങൾ അത് ആരോട് ചർച്ച ചെയ്തു? അവിടെയാണ് ലാലെ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. നിങ്ങൾക്ക് തെറ്റുപറ്റിയത് അതാ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്റെയും നിങ്ങളുടെയും ലക്ഷ്യമാണ്. ആ ലക്ഷ്യം ആനത്തലവട്ടം ആനന്ദിന്റെയും പിണറായി വിജയന്റെയും ലക്ഷ്യം മുഴുവൻ ഇനി 15 മിനിറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങ് തുടക്കം മുതൽ പറയുന്നുണ്ട്, കള്ളപ്പണം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി ലോകത്ത് ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത വലിയൊരു മാജിക് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ തന്ത്രം ഞങ്ങൾ എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടി ചെയ്യുകയാണ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ആ മുന്നൊരുക്കം കാണേണ്ടതുണ്ട്. അത് കാണാത്തത് കൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ, മിസ്റ്റർ ലാൽ, നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഗീതയുണ്ടല്ലോ, ആ ഗീത വരെ പറഞ്ഞത് എന്താ? ഡോക്ടർ ഗീത വരെ പറഞ്ഞത് എന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഗീതയല്ല ശ്രീ ഗോപാലകൃഷ്ണൻ. നിങ്ങൾ വായിച്ച ഒരു ഗീതയിലും അതൊന്നുമില്ല. ഞാൻ പറയുന്നത് അത് കേട്ടിട്ടല്ല ശ്രീ ഗോപാലകൃഷ്ണൻ. എന്നെ ഗീതയുടെ ഉപദേശം കേട്ടാണ് ഞാൻ പറയുന്നത് എന്നെ പറയരുത്. ഞാൻ ഗീത ഉപദേശിച്ചത് കേട്ടിട്ടല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ നാട്ടിലെ ആളുകൾ പറയുന്നത് കേട്ടിട്ടാണ്. അത് എല്ലാ ചാനലുകളിലൂടെയും അങ്ങ് കേൾക്കുന്നുണ്ട്. അങ്ങയെ പിന്താങ്ങുന്ന, അങ്ങയുടെ പാർട്ടിയെ പിന്താങ്ങുന്ന ചാനലുകൾ പോലും ആളുകൾ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാലമാണ്. അതുകൊണ്ട് വെറുതെ ഈ രീതിയിൽ പ്രതികരിക്കരുത് ശ്രീ ഗോപാലകൃഷ്ണൻ. എന്റെ പ്രതികരണത്തിന് ഒരു കുഴപ്പവുമില്ല മിസ്റ്റർ ലാൽ. ഈ നാട്ടിലെ ആളുകൾക്ക് വലിയ പ്രശ്നം കുറച്ചു ദിവസം ഈ നാട്ടിലെ ആളുകൾ ഞാനടക്കമുള്ള ആളുകൾ, നിങ്ങളടക്കമുള്ള ആളുകൾ സാമ്പത്തികമായിട്ടുള്ള ഒരു പരിഷ്കാരത്തിന് വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കുറച്ച് ക്ലേശവും വിഷമവും. ശരി, ഞാൻ തിരിച്ചു വരാം. കുറച്ചു കാലം ശ്രീ ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ കുടുംബവും അനുഭവിക്കാൻ തയ്യാറാണ്. അതുപോലെ ഈ നാട്ടുകാരൊക്കെ ഒന്ന് അനുഭവിക്കട്ടെ. അങ്ങനെ അനുഭവിച്ചാൽ ഈ നാട് നന്നാവും, അവരുടെ ലക്ഷ്യം നടപ്പിലാകും. അതിന് നിങ്ങൾ കൂട്ടുനിൽക്കാത്തത് എന്തുകൊണ്ട്? ഇങ്ങനെ മുട്ടാന്യായങ്ങൾ പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നു. അല്ല, മിസ്റ്റർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഒരുപാട് സമയം ലാലുമായി തർക്കിക്കുകയുണ്ടായി. ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കൊന്നിനും ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞില്ല, തൊട്ടില്ല. ഇത് വലിയ എക്കണോമിക് റെവല്യൂഷനാണെന്നാണ് പറയുന്നത്. ആർക്ക് വേണ്ടിയാണ് റെവല്യൂഷൻ നടത്തിയിരിക്കുന്നത്? ഞാൻ പറയട്ടെ. ഞാൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ മിണ്ടിയില്ലല്ലോ. ഞാൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, എക്കണോമിക് റെവല്യൂഷൻ ആർക്ക് വേണ്ടിയാ? രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയാ റെവല്യൂഷൻ? ഇവിടെ റെവല്യൂഷൻ നടത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, 1 വർഷത്തിന് മുമ്പ് തന്നെ ഇത് സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ദേശീയ പത്രം റിപ്പോർട്ട് ചെയ്തു. കള്ളനോട്ടും കള്ളപ്പണവും വെളുപ്പിക്കാനുള്ളവർക്ക് എല്ലാ സൗകര്യം കിട്ടി അവർ വെച്ചോണ്ടിരിക്കും. എല്ലാം നടന്നില്ലേ? നിങ്ങളുടെ തന്നെ RSSന്റെ ചായവുള്ള പത്രമല്ലേ ഗുജറാത്തിൽ 4-5 മാസത്തിന് മുമ്പ് 1000-500 നോട്ട് പിൻവലിക്കുമെന്ന് വാർത്ത പ്രസിദ്ധീകരിച്ചത്? ഇതിൻ്റെ എല്ലാം ഫലമായി 1000-500 നോട്ട് കെട്ടുള്ളവരെല്ലാം വെളുപ്പിച്ചില്ലേ? ഈ പാവങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ നോട്ട് കെട്ടും വെച്ചോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ പറയുന്നത് കേരള ഗവൺമെൻറ് ഒരു രാജ്യത്തുണ്ടാകുന്ന ഒരു മാറ്റത്തിന് പിന്തുണയ്ക്കാത്ത ഗവൺമെൻറ് അല്ല. നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ കൺസ്യൂമർ ഫെഡിൻ്റെ മുഴുവൻ ശാഖകളിലും, കോഓപ്പറേറ്റീവ് സെക്ടറിൻ്റെ മുഴുവൻ ശാഖകളിലും പിന്നെ വിൽപ്പന നടത്താൻ പഴയ നോട്ട് സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്ത ഗവൺമെൻറ്. നിങ്ങൾ സഹകരണ മേഖലയെ മുഴുവൻ തകർക്കാൻ, ഈ ഗ്രാമപ്രദേശത്തിൻ്റെ സമ്പൽഘടന തകർക്കുന്നതാണ് സഹകരണ മേഖലയെ തകർക്കുക എന്ന് പറഞ്ഞാൽ. ആ സഹകരണ മേഖലയെ തകർക്കാൻ നടപടി സ്വീകരിച്ചപ്പോൾ ആദ്യം കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്, നാഷണലിസ്റ്റ് ബാങ്കുകൾക്ക് മാത്രം നോട്ട് സ്വീകരിക്കാൻ അവസരം കൊടുക്കുകയും സംഘങ്ങൾ ഒഴിവാക്കുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ സഹകരണ മന്ത്രി അതിനെതിരെ കേന്ദ്രത്തിന് കത്തെഴുതുകയും അവസാനം പണം സ്വീകരിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇത് അവർ നിന്നിട്ട് പോലും ആ പ്രൈമറി സംഘങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങൾ ചില്ലറ നോട്ട് കൊടുത്തിട്ടില്ല. കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത്തരത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടാൽ അത് പറയാതിരിക്കാനൊക്കെ. ഞങ്ങൾ രാജ്യത്തിൻ്റെ സമ്പൽഘടന സംരക്ഷിക്കുന്നതിന് ആരാ എതിര്? പക്ഷേ ഇവിടെ സമ്പൽഘടന തകർക്കലാണ്. കുത്തകൾക്ക് കൂടുതൽ, കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സമ്പത്ത് കൈവശപ്പെടുത്താനും ലാഭമുണ്ടാക്കാനും സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സമ്പൽഘടന സംരക്ഷിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ 6 ലക്ഷം കോടി രൂപ നികുതി അടയ്ക്കേണ്ട നികുതി ഇളവ് ചെയ്തു കൊടുത്ത് സമ്പൽഘടനയെ സംരക്ഷിക്കുക.
ഏതാനും കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന മുൻ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിരുന്ന നികുതിയുടെ 30% കോർപ്പറേറ്റ് നികുതി ഇളവ് ചെയ്ത് അത് താഴ്ത്തിക്കെട്ടിയത് സമ്പദ്ഘടന സംരക്ഷിക്കാനാ? വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് കൂടുതൽ പണം സമാഹരിച്ചു വേണ്ടിയിട്ട് വേണ്ടേ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തിയെടുക്കാൻ? ഇക്കാര്യത്തിൽ അവരെ സഹായിക്കുകയും പാവപ്പെട്ട ആൾ ഇന്നിപ്പോൾ കൂലിപ്പണിക്ക് പോകാൻ നിവർത്തിയുണ്ടോ? 4 ദിവസമായി പണിക്ക് പോകണവന് കൂലി കിട്ടുമോ? ആരെങ്കിലും പണിക്ക് പോകണുണ്ടോ? ആ ജനങ്ങളെ കാണണ്ടേ? രാജ്യത്തിന് വേണ്ടിയിട്ട് അവരെന്ത് വേണം? ജീവനക്കാരുടെ കാര്യം പറഞ്ഞു, ഞാൻ അവരെ പ്രശംസിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, രാജ്യത്തെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളതുകൊണ്ടാണ് സ്റ്റേറ്റ് ബാങ്ക് മാത്രമല്ല എല്ലാ ബാങ്കിലെയും ജീവനക്കാരൻ രാവിലെ വന്നിരുന്നാൽ രാത്രി 12 മണിക്കാണ് മടങ്ങിപ്പോണത്. പിറ്റേന്ന് രാവിലെ വീണ്ടും അവർ ദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ അവർ വെളുപ്പാൻ രാവിലെ എണീറ്റ് വീണ്ടും വരേണ്ടുന്ന സ്ഥിതി, ആ സ്ഥിതി ആരുണ്ടാക്കി വെച്ചു? ആ ജീവനക്കാർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണ് അവരുടെ ദൈനംദിനം ബന്ധപ്പെടുന്ന കസ്റ്റമേഴ്സിനെ പീഡിപ്പിക്കരുതെന്ന് കരുതിയിട്ടാണ് രാവും പകലും പണിയെടുക്കുന്നത്. അത് ഈ നയത്തിന്റെ നടത്തുന്നതിന് വേണ്ടിയല്ല. ഞങ്ങൾ താങ്കൾ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ളതാണ്. ഇതാണോ ചെയ്യേണ്ടത് എന്നാണ് ഗോപാലകൃഷ്ണന്റെ ചോദ്യം. ഞാൻ കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കണം. കേസെടുത്തോട്ടെ. ഞാൻ കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു ഡൊമിനിക് പ്രസന്റേഷൻ. ശ്രീ ഡൊമിനിക് കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. അങ്ങനെ താങ്കൾ പ്രതികരിച്ചതിനോടുള്ള മറുപടിയാണ് ഞാൻ ചോദിച്ചത്. രാധാകൃഷ്ണനെതിരെ നടപടിയെടുക്കാമെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കണം. ടിവിയിൽ വന്നിരുന്നിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തു. എന്നെ വരട്ടാൻ നോക്കണ്ട. കലാപത്തിന് ആഹ്വാനം ചെയ്തു നിങ്ങൾ. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ പ്രതികരിക്കരുത്. ആ രീതിയിൽ ഒരു ആരോപണം പറഞ്ഞു. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അതിനുള്ള മറുപടി പറയട്ടെ. അത് കോടതിയിലാണെങ്കിൽ അനുവദിച്ചിട്ടുള്ളതാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ മറുപടി പറയട്ടെ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്നെ വരട്ടാനും നോക്കണ്ട ഗോപാലകൃഷ്ണ. നിങ്ങൾ നാട്ടിൽ ഇറങ്ങി നടക്ക്. അല്ല, നിങ്ങളെപ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്ത് ഞാൻ പറഞ്ഞത്. നിങ്ങളെപ്പോലുള്ളവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യും. ആഹ്വാനം ചെയ്തിരിക്കുന്നു നിങ്ങൾ. ഞാൻ ഒരു കലാപത്തിനും യാഥാർത്ഥ്യം. അതിനെ നിങ്ങൾ ആദ്യം അതിനുത്തരം പറയേ. നിങ്ങൾ അത് പിൻവലിക്ക്. കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്തിട്ട് പറ. ഞാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. ആദ്യം അത് പറ. അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങൾ കലാപം ഉണ്ടാക്കുവാൻ ഇതല്ല ഇന്നത്തെ ദിവസത്തെ പ്രശ്നം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ സാന്ദർഭികമായി പറഞ്ഞത് എന്താണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കും. ശരിയല്ല ലാലെ. ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കെതിരെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ദയവായി കേൾക്കൂ. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ വിശദീകരിക്കുന്നത് കേൾക്കൂ. ഗോപാലകൃഷ്ണൻ തണുക്ക്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആദ്യം മാപ്പ് പറ മിസ്റ്റർ, എന്നിട്ട് നിങ്ങൾ വിശദീകരിക്കുക. എനിക്ക് മനസ്സില്ല മാപ്പ് പറയാൻ. അപ്പൊ നിങ്ങൾക്കെതിരെ ക്രൈമാണ്. കേസെടുത്തോട്ടെ. ഗോപാലകൃഷ്ണൻ ആരാ? നിങ്ങൾ ആരാധന വിചാരിച്ചോ? മോഡിയോ? എന്റെ അടുത്ത് വേഷം കെട്ടത് വേണ്ട. മര്യാദ ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്റെ അടുത്ത് വേഷം കെട്ട് വേണ്ട. എനിക്ക് മനസ്സില്ല മാപ്പ് പറയാൻ. ആഹ്വാനം ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ മാപ്പ് പറയാൻ മനസ്സില്ല. ഞാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. എനിക്ക് മാപ്പ് പറയാൻ മനസ്സില്ല. അത് കൈരിക്കട്ടത് അവിടെ മിണ്ടായിരിക്കട്ടെ. ഞാൻ പറയാൻ കേക്ക്. ഞാനീ പറഞ്ഞത് ജനങ്ങൾ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇറങ്ങി ചെല്ലണം. മാർക്കറ്റിൽ പോകണം. നിങ്ങൾ കടകളിൽ പോകണം. നിങ്ങൾ സാധാരണ ജോലിക്കാരെടുത്ത് പോകണം. ഇന്ന് വരെ പണിയെടുത്തവർക്ക് എവിടെ നിന്നെടുത്ത് കൊടുക്കും? ഇവിടെ ശ്രീ സാംകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ബാങ്കിൽ ജീവനക്കാർ അഭിനന്ദിക്കുന്നു. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രശ്നം അവിടെ അല്ല. പണം കിട്ടുന്നില്ല ജനങ്ങൾക്ക്. ഞാൻ ചോദിക്കട്ടെ, ഒരു കല്യാണം നടത്താൻ നിവൃത്തിയുണ്ടോ? ഒരു ബസ്സിൽ പോയ ചേഞ്ച് കിട്ടുന്നുണ്ടോ? ഗോപാലകൃഷ്ണൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങളൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ കൈകാര്യം ജനങ്ങൾ ചെയ്യും. അവിടേക്കാണ് വരുന്ന കാര്യങ്ങൾ. നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളും അഭിപ്രായം പറയണം. ഇതിൻ്റെ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇത്ര 1000 കോടി രൂപ വിഡ്രോ ചെയ്യുമ്പോൾ അതിന് പകരം എത്ര പണം അവിടെ കൊടുത്തു? ശ്രീ സാംകുട്ടി പറയട്ടെ. നിങ്ങൾ നോട്ട് മുഴുവൻ വിഡ്രോ ചെയ്യുമ്പോൾ അതിന് പകരം സംവിധാനം ഏർപ്പെടുത്തണ്ടേ? നിങ്ങൾ 500,000 എടുത്ത് മാറ്റി. എത്ര പേരാണ് പാവങ്ങൾ അന്ന് പണം എടുത്ത് വെച്ചത്? എനിക്കറിയാവുന്ന പലരുണ്ട്. കല്യാണത്തെടുത്ത് എന്ത് ചെയ്യും? സാംകുട്ടി പറയട്ടെ. എത്ര രൂപ നിങ്ങൾ തിരിച്ച് ബാങ്കിൽ നിന്ന് കൊടുക്കുക? ഒരാൾക്ക് ഒരു മാസം നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് 80,000 രൂപ. അതുകൊണ്ട് എന്താകാൻ പോകുന്നു? അതുകൊണ്ട് നിരവധി സാധാരണ കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവരുടെ വിഷമം നാളെ ഏത് രൂപത്തിൽ എനിക്ക് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ന് കേജ്രിവാൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ചെയ്തു? ഇന്ന് കേജ്രിവാൾ എന്താ പറഞ്ഞത്?
ഇന്ന് ഹിന്ദു റിപ്പോർട്ടുണ്ടല്ലോ, ബംഗാള് 100 കോടി രൂപയാകൊണ്ട് ബാങ്കിലിട്ടോന്ന് പറഞ്ഞു 8-ാം തീയതി. അടുത്ത ഗോപാലകൃഷ്ണൻ മറുപടി ശ്രീ ആനത്തലോട്ടൻ പറഞ്ഞതും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതും ഭാഷയുടെ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്, അവർക്ക് വിഷമമുണ്ട്, അവർ പലതും രാജ്യത്തിന് വേണ്ടി സഹിക്കുന്നുണ്ട്. പക്ഷേ അത് 3 ദിവസം 4 ദിവസം 5 ദിവസം എന്ന് ഈ ഗോപാലകൃഷ്ണൻ കവിത പറയുന്നത് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. 3 ആഴ്ച എന്നാണ് അരുൺ ജെയ്റ്റ്ലി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അത് പറയണമെങ്കിൽ 6 ആഴ്ചയിലെങ്കിലും ഇത് നടക്കുമോ? എല്ലാം പഴയ സ്ഥിതിയിലേക്ക് എത്തുമോ? ലാലെ, ഞാൻ ആദ്യമേ തന്നെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു സാമ്പത്തിക പരിഷ്കാരം കേരളത്തിൽ ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കുറച്ച് ക്ലേശങ്ങളുണ്ട്, അതിൽ കുറച്ച് വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങളും ആ ക്ലേശങ്ങളും സ്വാഭാവികമായും ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കള്ളപ്പണത്തിന്റെ മുകളിലല്ല കല്യാണം, കള്ളപ്പണത്തിന്റെ മുകളിലല്ല മത്സ്യക്കച്ചവടം, കള്ളപ്പണത്തിന്റെ മുകളിലല്ല കച്ചവടം. സ്വാഭാവികമായിട്ടും ഇതൊക്കെ പരിഹരിക്കപ്പെടണം. അത് ഒരുപക്ഷെ 10 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വാഭാവികമായും കുറച്ച് ദിവസത്തിൽ മാറ്റമുണ്ടായേക്കാം. പക്ഷെ പ്രശ്നം ജനങ്ങളെ അക്രമകാരികളാക്കുവാൻ വേണ്ടി ഗോപാലകൃഷ്ണൻ ഇത് കഴിഞ്ഞ കുറെ കാലമായി അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പാർട്ടികൾ ഈ രാജ്യം ഭരിച്ചപ്പോൾ ഉണ്ടായതാണ്, ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. നിങ്ങൾ ഭരിച്ചും പ്രതിപക്ഷത്തിരുന്നും പല സംസ്ഥാനങ്ങളിൽ ഭരിച്ചും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു സമ്പദ് വ്യവസ്ഥിതിയാണിത്. ഇതിന്റെ ഭാഗമായി ആളുകൾ പലരും സാധാരണക്കാർ ജീവിതത്തിന്റെ ഭാഗമായി പോയിട്ടുണ്ട്. അവരെ നടു റോഡിൽ നിർത്തി കഷ്ടപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഒരു കണക്ക് പറയൂ, ഇത്ര ദിവസം അവർ റോഡിൽ നിൽക്കട്ടെ, ഇത്ര ആളുകൾ മരിക്കും എന്ന് നിങ്ങൾക്ക് കണക്കുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ. ആരെയും പേടിപ്പിക്കേണ്ട, ആരെയും അറ്റാക്ക് ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ആളുകൾക്ക് അത് വിശ്വസിച്ച് മനസമാധാനത്തോടുകൂടി പോകാം. അത് പറയാതെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് മാത്രം പറയുമ്പോഴാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഈ കല്യാണം കഴിഞ്ഞവർക്ക് പ്രശ്നമില്ല, ഇനി കല്യാണം കഴിക്കാനുള്ള മക്കളുള്ള ആളുകളുടെ അച്ഛനമ്മമാർക്കാണ് പ്രശ്നം. അങ്ങനെയുള്ളവർക്കാണ് ഈ വേവലാതി ഉണ്ടാകുക. അവരുടെ മനസ്സ് വേവുന്നത് ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് അത് മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കൊക്കെ നന്നായി മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ പോലെ രാഷ്ട്രീയത്തിന്റെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾക്ക് ഈ രാജ്യത്തിൽ നടപ്പാക്കുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ല. പിന്നെ നിങ്ങൾ ഏത് നല്ല കാര്യത്തെയാണ് ഇവിടെ ആളുകൾ എതിർത്തത്? ഏത് നല്ല കാര്യത്തെയാണ് ആളുകൾ എതിർത്തത്? ഈ കള്ളപ്പണത്തിനെതിരെയുള്ള പോരാട്ടത്തെ ആളുകൾ എതിർത്തോ? ലാലെ, നിങ്ങളൊന്ന് സമാധാനിക്ക്. ഞാനൊന്ന് ഉത്തരം പറയട്ടെ മിസ്റ്റർ ലാൽ, നിങ്ങളൊന്ന് സമാധാനിക്ക്. നിങ്ങൾ മാധ്യമ പ്രവർത്തകനാ, ഡിവൈഎഫ്ഐയുടെ ബ്രാഞ്ച് സെക്രട്ടറി ഒന്നും അല്ലല്ലോ. നിങ്ങൾ ഗോപാലകൃഷ്ണൻ, താങ്കളും ഒരു സംഘപരിവാർ നേതാവിനെ പോലെ സംസാരിക്കരുത്. ഈ രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെ പോലെയാണ് അങ്ങേ കാണുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയുന്നത് സൂക്ഷിച്ചു വേണം. അങ്ങ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എടുത്ത തീരുമാനത്തെ ഏത് രീതിയിലാണ് ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്നതെന്നാണ് അറിയേണ്ടത്. എനിക്ക് ഡിവൈഎഫ്ഐയും കോൺഗ്രസും ഈ യുവമോർച്ചയും ഒരുപോലെ തന്നെയാണ്. അത് അങ്ങേ അറിയിക്കുകയാണ്. ലാലെ, നിങ്ങളൊരു നല്ല മാധ്യമ പ്രവർത്തകനാണ്, നിങ്ങൾ എന്റെ നല്ലൊരു സുഹൃത്താണ്. അതൊന്നും വേണ്ട, എനിക്ക് ജനങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി മതി. എനിക്ക് അങ്ങയുടെ സർട്ടിഫിക്കറ്റ് അല്ല, സമാധാനപ്പെട്ടിരിക്കേ. അല്ല ഞാൻ ചോദിക്കട്ടെ ലാലെ, അവിടെ ആനത്തലപത്ര ആനന്ദനും അതുപോലെ ഡൊമസ്റ്റിക് പ്രസന്റേഷനും ചോദ്യത്തിന് മറുപടി അല്ലല്ലോ പറഞ്ഞതോ, നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞത്. ഞാൻ പറയുന്നത് കൂടി കേൾക്കാൻ സാവകാശം. അതങ്ങ് സമ്മതിച്ചാൽ മതി. മറ്റതിഥികൾ ചോദിച്ചതിനല്ല മറുപടി പറഞ്ഞത്, അതുകൊണ്ട് അങ്ങും ചോദിച്ചതിന് മറുപടി പറയുന്നില്ല. അങ്ങേക്ക് തോന്നിയതാണ് പറയുന്നത്. എനിക്ക് പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഉടനെ തിരിച്ചെത്താം. ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ് ശ്രീ സാംകുട്ടി മാത്യൂസ് ഈ പറഞ്ഞ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും ഇതേ ഉറച്ച വിശ്വാസത്തോടുകൂടി ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഞാൻ കേട്ടത്. അതായത് ഡൽഹിയിലും ഒക്കെ SBIയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ചാനലുകളോട് പറയുന്നത് കേട്ടത്. ഈ 100 രൂപ വളരെ ഷോർട്ടേജ് ഉണ്ട്, അതിങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത 3 ആഴ്ച എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട്. കൃത്യമായി ഉദ്യോഗസ്ഥർ ഇടപെടണം, RBI എത്തിക്കേണ്ടതുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതൊരു ശരിയായ കാര്യം തന്നെയല്ലേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ? ഡൽഹിയിലെ സിറ്റുവേഷൻ എനിക്കറിയത്തില്ല. കേരളത്തെ സിറ്റുവേഷൻ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ കയ്യിലുള്ള നോട്ടിൻ്റെ
സ്റ്റോക്ക് പൊസിഷൻ ഞാൻ പറയുകയുണ്ടായി. അത് വളരെ യൂണിഫോമായിട്ട് ഞങ്ങൾ എല്ലാ ബ്രാഞ്ചിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മറ്റു ബാങ്കുകൾക്കും ഞങ്ങളിൽ നിന്ന് ക്യാഷ് സപ്ലൈ ഉള്ള മറ്റു ബാങ്കുകൾക്കും യൂണിഫോമായിട്ട് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ടുള്ള എല്ലാ ശ്രമത്തിലുമാണ്. അത് ഏത് കാലം വരെയാണ്, ഏത് ഡേറ്റ് വരെയാണ് ഇത് ഇപ്പൊ ഈ സ്റ്റോക്ക് ഞങ്ങൾ റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തീരുന്ന മുറയ്ക്ക് വീണ്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്തിക്കും എന്നുള്ള ഒരു ഉറപ്പും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അങ്ങയുടെ പ്രതീക്ഷ ഈ പറയുന്ന രീതിയിൽ 2000 രൂപ വെച്ചാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ 4000 രൂപ വെച്ചാണ് ഒരു ദിവസം ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നതെങ്കിൽ, ആഴ്ചയിൽ 20,000 ആണെങ്കിൽ ഇങ്ങനെ പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആളുകൾക്ക് ഒരു ഫ്രീസിംഗ് മാറ്റി കൊടുത്താൽ നമുക്ക് ഈ 18-ാം തീയതി അല്ലെങ്കിൽ 24-ാം തീയതി എന്നൊരു ഡേറ്റ് റിസർവ് ബാങ്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തന്നിരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ അവർക്കൊരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്കീമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ആ പ്ലാനിംഗ് അവർ ആദ്യം പറഞ്ഞ പോലെ നടന്നിട്ടില്ല. അതാണ് ഇപ്പോൾ പലതും ഒരു ദിവസം അല്ല 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഒരു മുൻവിധിയോട് കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിപൂർണമായിട്ടും സാക്ഷരതയും അതിൽ പരിപൂർണമായിട്ടും ഇൻക്ലൂസീവ് ഗ്രോത്തും എല്ലാ വീടുകളിലും അക്കൗണ്ടും എല്ലാ വ്യക്തിക്കും ഒരു അക്കൗണ്ടും ഒക്കെ നമ്മൾ നേടിയെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ ഇപ്പോഴും ഒരു ചെറിയ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരുപാട് പാവപ്പെട്ടവർക്കുണ്ട്. അവർക്ക് ഒരു ചെറിയ ഫോട്ടോയും ഒരു ഐഡന്റിഫിക്കേഷൻ്റെ സപ്പോർട്ടോടുകൂടി ഇനിയും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാൻ അവസരമുണ്ട്. ഇവർ ബാങ്ക് അക്കൗണ്ട് ഇവരൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പുതുതായി ഇല്ലാത്ത ഒരുപാട് പേർ ഇപ്പോഴും കേരളത്തിലുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ നാട്ടിൽ തന്നെ ഈ ചെറുകിട കച്ചവടമൊക്കെ ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾ ക്യാഷ് ആണ് ട്രാൻസാക്ഷനിൽ ഉപയോഗിക്കുന്നത്. അവർ ബാങ്കുകളെ ആശ്രയിക്കാറില്ല എന്നതൊരു വസ്തുത തന്നെയല്ലേ? അതിലേക്ക് ഞാൻ വരട്ടെ. ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു ഹോട്ടലിൽ ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ കച്ചവടമുണ്ട്? സാറേ, കച്ചവടം പകുതിയായി കുറഞ്ഞു. എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് ഞങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത് എനിക്കറിയാമല്ലോ. നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളപ്പോൾ നിങ്ങൾക്ക് 500 രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് റിസീവ് ചെയ്ത് അതിലടയ്ക്കാമല്ലോ, ബുദ്ധിമുട്ട് വരത്തില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ ഒരു ചിരിയോട് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ, സാറേ, കാശ് ബാങ്കിൽ അടയ്ക്കാൻ പറ്റുമോ? അത് അക്കൗണ്ട് ആയി പോകത്തില്ലേ? അല്ല, ആളുകൾക്ക് ഈ ബാങ്കിങ് സിസ്റ്റത്തോട് ഇങ്ങനെയുള്ള ഞാൻ ചോദിക്കട്ടെ ആ ചായക്കടക്കാരൻ ഒരു കള്ളപ്പണക്കാരനാണെന്നാണോ വിലയിരുത്തിയത്? അല്ലല്ല, അതായത് അദ്ദേഹത്തിന്റെ കാലങ്ങളായുള്ള ഒരു സമ്പ്രദായത്തിന്റെ പുറകെ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയതാണ്, ഇങ്ങനെ ജീവിച്ചതാണ്. അതിന് മാറ്റം വരണം. അതിന് മാറ്റം വരണമെങ്കിൽ അതിന് അവരെ ഇങ്ങനെ പട്ടിണി കിട്ടാണോ ശീലിപ്പിക്കേണ്ടത്? അതിനൊരു മാറ്റം വരുന്നതിന്റെ ഒരു മുന്നോടി, ഒരു സ്റ്റെപ്പായിട്ട് ഇതിനെ കരുതൂ. അതിനുവേണ്ടിയുള്ള പ്രൊപ്പഗാൻഡ കൊടുക്കൂ. ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ, ഉള്ളവരെ അക്കൗണ്ടിൽ കാശ് അടയ്ക്കാൻ. മറ്റെല്ലാ അതിഥികൾക്കും ഓരോ മിനിറ്റ് വീതമാണ് ഞാൻ തരുന്നത്. ഏറ്റവും അവസാനം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനിലേക്ക് വരാം. ഏറ്റവും ആദ്യം ശ്രീ ആനത്തലവട്ടം, എന്താണ് ഈ ചർച്ച പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ 13 കോടിയിൽ പരം അക്കൗണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇവിടുത്തെ കർഷക തൊഴിലാളിയും വിധകളും വികലാംഗരും അംഗവൈകല്യം സംഭവിച്ചവനും ചുമട്ട് തൊഴിലാളിയും കൂലിപ്പണിക്കാരനും ഒക്കെ അവൻ്റെ ക്ഷേമനിധിയും അംശാദായം ഒക്കെ വാങ്ങണമെങ്കിൽ ഇപ്പം ബാങ്കിലാക്കിയല്ലോ. ആ ബാങ്ക് നല്ല ഇത് എടുക്കാൻ വെക്കാതായിരിക്കുന്നത്. ഇനി ആരെങ്കിലും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാതിരിക്കുന്നെങ്കിൽ അവരെയും കൂടെ ഈ കുരുക്കിൽപ്പെടുത്തണമെന്നാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോഴേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ അതിനകത്ത് ബാങ്ക് അക്കൗണ്ടിൽ കിട്ടിയ ഈ പെൻഷൻ കാശ്, ഇന്നൊരു തള്ള 90-95 വയസ്സായ ഒരു തള്ള ബാങ്കിൽ പോയി എടുക്കുന്നതിന് ഒരു ചിത്രം കാണുകയുണ്ടായി. ഇവരെല്ലാം ഈ ബാങ്കിൽ നിന്ന് പോയി പൈസ എടുക്കാൻ ചിലപ്പോൾ ബാങ്കിൽ ഇപ്പൊ പൈസ എടുക്കാൻ ഒക്കുന്നില്ലല്ലോ. ഇതൊരു സ്ഥിരമായ ഏർപ്പാടല്ലോ. ഒരു കാര്യം, നിങ്ങൾ രണ്ടാൾക്കാരും ഗോപാലകൃഷ്ണനും പറയുന്നത് താങ്കളും പറയുന്ന ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി. ഏതാ പ്രത്യേക കാര്യം? ആരുടെ താല്പര്യം സംരക്ഷിച്ചു? ശരി, ആ ചോദ്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ താങ്കൾക്ക് അനുവദിച്ച 60 സെക്കൻഡ് ആണ്. അതിൽ 10 സെക്കൻഡ് ഞാൻ എടുക്കുന്നു. 50 സെക്കൻഡ് ദയവായി പ്രതികരിക്കുക പ്ലീസ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഡിമോണറ്റ് ഈ 500,000 രൂപയും നിങ്ങൾ നിയമവിരുദ്ധമാക്കിയതിനു ശേഷം എങ്ങനെ കച്ചവടക്കാർ എടുക്കുന്നത്? ഒരു മിനിറ്റ്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്ന ഒന്ന് കേൾക്കട്ടെ. ശ്രീ സാംകുട്ടി, 500 രൂപ എടുക്കാൻ പറയണമെങ്കിൽ എന്താ പ്രധാനമന്ത്രി പറഞ്ഞത്? ഏറ്റവും വലിയ പ്രചാരമുള്ള ഹിന്ദു പത്രം എഴുതിയിരിക്കുന്നു. ശ്രീ ആനത്തലവട്ടം, 1 മിനിറ്റ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷന് 30 സെക്കൻഡ് കൂടി. കച്ചവടക്കാർക്ക് 500,000 രൂപ എടുക്കാൻ നിങ്ങൾ അവകാശം കൊടുത്തിട്ടുണ്ടോ? സാംകുട്ടിയോടൊരു ചോദ്യം എനിക്കുള്ളത്. കച്ചവടക്കാരോട് 500,000 എടുക്കാൻ അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ അത് കൊടുത്തത്? ആ ചോദ്യത്തിന്റെ ഉത്തരം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ തന്നെ പറയും. കേന്ദ്ര സർക്കാരിൽ പിടിയുള്ള അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. അതാണ് ബുദ്ധിമുട്ട്. ഇതിന് ഈ നിയന്ത്രണത്തിന് വിധേയമായിട്ട് അവർക്ക് പൈസ എടുക്കാമല്ലോ, അവർക്കുള്ള തുക ബാങ്കിൽ അടയ്ക്കാമല്ലോ, ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ കച്ചവടക്കാർ അതിന് തയ്യാറാവുന്നില്ല. നിങ്ങളുടെ മാധ്യമത്തിലൂടെ ലാലെ നാളെ തൊട്ട് തന്നെ പറയുക, ആവശ്യമുള്ളവർ മാത്രം പോകുക ബാങ്കിൽ. ഇഷ്ടംമാതിരി സമയമുണ്ട്. ഒരാളുടെ പോലും 1 രൂപ പോലും നഷ്ടപ്പെടില്ല.
എല്ലാവരും കൂടി പാനിക് ആയിട്ട് പോയിരുന്നു. ബാങ്കിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മേടിക്കണ്ട, സമയം ഇഷ്ടം മാതിരിയുണ്ട്, 1 രൂപ പോലും ശരി, പോകില്ല എന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു അതുകൊണ്ട് വ്യക്തത റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിലുമില്ല, കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും കാണാനില്ല. അത് ഓരോ കാലങ്ങളിൽ പുനഃപരിശോധിച്ച് അപ്പോഴപ്പോഴായിട്ട് ഉത്തരവുകൾ ഇറങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലുള്ളവർ ഉപദേശിക്കുമെന്ന് മാത്രമാണ് നമുക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ ആശ്വസിക്കാനുള്ളത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ സാംകുട്ടി മാത്യൂസ്.